നമസ്കാരം. ന്യൂസ് 18ന്റെ എല്ലാ പ്രേക്ഷകർക്കും മനോഹരമായൊരു ദിവസം ആശംസിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ വാർത്തകളുടെ തുടർ വാർത്തകൾ, ഞങ്ങളുടെ സ്വന്തം റിപ്പോർട്ടർമാർ കണ്ടെത്തിയ ഞങ്ങളുടെ മാത്രം വാർത്തകൾ, അതോടൊപ്പം തന്നെ നാടിന്റെയും നാട്ടുകാരുടെയും വിശേഷങ്ങളൊക്കെ അടങ്ങിയ ഒരു സമഗ്രമായ പ്രഭാത കേരളമാണ് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തുന്നത്. എന്തായാലും സമഗ്രമായ ഒരു 2 മണിക്കൂറാണുള്ളത്. ഞാനും രഞ്ജിത്തുമാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുൻപിലേക്ക് വരുന്നത്. രഞ്ജിത്ത്, നമ്മൾ എവിടെയാണ് ഇന്നത്തെ പ്രഭാത കേരളം പ്രേക്ഷകർക്ക്? തിരുവനന്തപുരത്ത് വിനോദസഞ്ചാരികൾക്കൊക്കെ ഒഴിവാക്കാൻ പറ്റാത്ത വളരെ പ്രധാനപ്പെട്ട സ്ഥലമായ ശംഖുമുഖം കടപ്പുറത്താണ് ഞാനും ഭവ്യമുള്ളത്. ശംഖുമുഖം കൂടുതൽ സുന്ദരിയായിരിക്കുന്നു. മുഖം മിനുക്കിയ ശംഖുമുഖമാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലുള്ളത്. കാരണം കോവിഡ് കാരണം ശംഖുമുഖത്തിന്റെ മുഖഛായ തന്നെ മാറിയിരുന്നു. ഏറെ തകർന്ന റോഡുകളും ഒക്കെ ആയിരുന്നു കുറെ നാൾ മുൻപ് വരെ ഇവിടെ എത്തുമ്പോൾ. പക്ഷെ ഇതൊക്കെ മുഖം മിനുക്കിയിരിക്കുന്നു. പ്രത്യേകിച്ചും പ്രഭാതത്തിൽ ശംഖുമുഖം ഏറെ സുന്ദരിയാണ്. ഒരുപാട് കാഴ്ചകൾ സുന്ദരം രഞ്ജിത്തിന്റെ മുഖത്തും കാണാറുണ്ട്. കാരണം ഈ പ്രഭാത കേരളം ശംഖുമുഖത്തായതുകൊണ്ട് തന്നെ ഞങ്ങളും വളരെ സന്തോഷത്തിലാണ്. പ്രത്യേകിച്ച് രഞ്ജിത്തിന്റെ മുഖത്ത് അത് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ കാണുന്ന കാഴ്ചകളിൽ പ്രധാനപ്പെട്ട ഒന്ന് മത്സ്യത്തൊഴിലാളികൾ ഇന്നലെ രാത്രി വള്ളവുമായി പോയവർ മത്സ്യവുമായി നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള മത്സ്യവുമായി തിരിച്ചു വരുന്നു. അതിന്റെ ലേലം നടക്കുന്നു. ഇവർ പല ഭാഗങ്ങളിലേക്ക് മത്സ്യങ്ങളുമായി പോകുന്നു. അവർ അവരുടേതായ ജോലികളിൽ രാവിലെ വലിയ തോതിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വലിയ ശ്രമകരമായ ജോലിയാണ്. നമ്മൾ രാവിലെ മുതൽ ഇത് കാണുന്ന കാഴ്ചയാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഇനി 2 മണിക്കൂർ വിഭവ സമൃദ്ധമായ തന്നെ ഒരു പ്രഭാത കേരളം പ്രേക്ഷകർക്കായി നൽകാൻ സാധിക്കുന്ന ഒരു പ്രദേശത്താണ് ഞങ്ങളുള്ളത്. നമുക്ക് ഒരുപാട് വാർത്തകളുണ്ട് അല്ലേ? എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനമായ വാർത്തകളൊക്കെ? പ്രധാനമായും നമ്മൾ ഇന്നലെ ഈസ്റ്റർ ദിനത്തിൽ പ്രേക്ഷകർ ഏറെ ശ്രദ്ധിച്ച രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വാർത്ത BJPയുടെ ക്രൈസ്തവ സഭകളുമായി ബന്ധപ്പെട്ട നീക്കമായിരുന്നു. കാരണം ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ അരമനകളിൽ BJP നേതാക്കൾ എത്തി ചർച്ചകൾ നടത്തി. രാഷ്ട്രീയമില്ല എന്ന് പറയുമ്പോഴും നമുക്ക് വളരെ കൃത്യമായി അറിയാം എന്താണ് BJPയുടെ ഈ വിഷയത്തിലുള്ള അജണ്ട എന്നുള്ളത്. വൈകുന്നേരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കത്തീഡ്രലിൽ എത്തുകയും ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു കത്തീഡ്രൽ സന്ദർശിക്കുന്നത്. അങ്ങനെ അത് വളരെ വലിയ വാർത്തയായി ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. നമ്മുടെ പ്രധാനപ്പെട്ട ഡിസ്കഷൻസ് എല്ലാം അതുമായി ബന്ധപ്പെട്ടായിരുന്നു. രാഷ്ട്രീയ കേരളം ഏറെ ശ്രദ്ധയോടെ കണ്ടു. പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും മറ്റും പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നു. അങ്ങനെ വലിയ ഒരു വാർത്തയായുണ്ട്. അതിന്റെ ഫോളോ അപ്സ്, അതായത് അതിന്റെ തുടർ വാർത്തകൾ, തുടർ പ്രതികരണങ്ങളൊക്കെ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായി ഫോളോ ചെയ്യുന്ന ഇലത്തൂർ ട്രെയിൻ തീവപ്പ് കേസ് തന്നെയാണ്. ആ പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാനുണ്ട്. പ്രത്യേകിച്ചും പ്രതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളൊക്കെ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നുണ്ട്. ഒരാഴ്ചയായിട്ടും ഇതുവരെ കേസിന് ഒരു തുമ്പും ലഭിച്ചിട്ടില്ല. അല്ലെങ്കിൽ എന്തായിരുന്നു പ്രതിയുടെ യഥാർത്ഥ ലക്ഷ്യം എന്നതിലേക്ക് ഒന്നും ഇതുവരെ അന്വേഷണ സംഘത്തിനെത്താൻ സാധിച്ചിട്ടില്ല. ആ ഒരു വാർത്തയുണ്ട്. പിന്നെ എന്തൊക്കെയാണ് പ്രധാനമായി? നമുക്ക് ഈ അരിക്കൊമ്പൻ വിഷയം, അതായത് ഇപ്പൊ ആകെ സർക്കാരിനും കോടതിക്കും ഒക്കെ എന്ത് ചെയ്യണം എന്നറിയാൻ വേണ്ടി ആകെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു വിഷയമാണ്. കാരണം അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. പക്ഷെ പറമ്പിക്കുളത്തുകാരും വലിയ പ്രതിഷേധത്തിലാണ്. നെന്മാറ അവിടുത്തെ MLA K. ബാബു നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. അത് ഈ പറമ്പിക്കുളത്തും മുതലമടയിലും ഇതുമായി ബന്ധപ്പെടുന്ന പ്രതിഷേധവും ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഭവ്യ. സ്വാഭാവികമായിട്ടും ചിന്നക്കനാലുകാരുടെ ഒരു ആശങ്ക പറമ്പിക്കുളത്തേക്ക് എത്തി എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ അങ്ങനെ തുടങ്ങി ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ഉള്ള ഒരു ദിവസമാണ് അല്ലെ? നമ്മുടെ പ്രതിനിധികളൊക്കെ നമ്മുടെ വിവിധ കേന്ദ്രങ്ങളിൽ, പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളടക്കം പ്രേക്ഷകർക്കായി ഈ വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകാനായുണ്ട്. കോഴിക്കോട്ട് നിന്ന് വിനേഷ് കുമാർ എലത്തൂർ തീവപ്പ് കേസുമായി ബന്ധപ്പെട്ട്, പാലക്കാട്ട് നിന്ന് പ്രസാദ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നന്ദനുണ്ട്. ഒപ്പം നമ്മുടെ റിപ്പോർട്ടർമാരൊക്കെ സജ്ജമാണ്. കൊച്ചിയിൽ ഡാൻ കുര്യനും നമുക്ക് ചേരുന്നു. അത് നമുക്ക് വിനേഷിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ആദ്യം ടോപ്പ് ഹെഡ്സ് ഒന്ന് കണ്ടു. അതെ, തീർച്ചയായും.
യെസ്, അങ്ങനെ ഇന്നത്തെ പ്രധാന വാർത്തകളൊക്കെ പ്രേക്ഷകർ കണ്ടു. രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കോഴിക്കോടേക്ക് അനിവാര്യമായിട്ട് പോവേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു രഞ്ജിത്ത്, കഴിഞ്ഞ ഒരാഴ്ചയായി വിനേഷും സംഘവും ഒക്കെ കോഴിക്കോട് തന്നെയാണ്. എല്ലാ വാർത്തകളും, പ്രത്യേകിച്ചും ഈ കേസുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ കൃത്യമായി ഏറ്റവും ആദ്യം ന്യൂസ് 18 തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വിനേഷ് കുമാർ അവിടെ തയ്യാറാണ്. വിനേഷ്, ഈ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് പല ഘട്ടങ്ങളിലാണ്. ഇപ്പൊ NIA അന്വേഷണം ഏറ്റെടുക്കുമെന്ന വാർത്തയൊക്കെ ഇതിലെ വരുന്നുണ്ട്. കാരണം ഇതിന്റെ തീവ്രവാദ സ്വഭാവം അത് കേരള പോലീസ് അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും കേന്ദ്ര ഏജൻസികൾ ഏതാണ്ട് ആ തലത്തിലുള്ള ഒരു നിഗമനത്തിലെത്തി എന്ന് വേണം കരുതാൻ. ഒപ്പം ഈ ചോദ്യം ചെയ്യൽ, ഷാറൂഖിന്റെ ചോദ്യം ചെയ്യൽ എങ്ങനെ പുരോഗമിക്കുന്നു? ഇയാൾ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചിരുന്നില്ല. പല വിധത്തിലുള്ള ആശയക്കുഴപ്പം അന്വേഷണ ഏജൻസികൾക്കുണ്ട് എന്ന് മനസ്സിലാകുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാവും? രഞ്ജിത്ത്, ഭവ്യ, ഗുഡ് മോർണിംഗ്. ഇന്ന് പ്രധാനമായും ഈ കേസിൽ എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതി ഷാരൂഖ് സൈഫിയെ ഇന്ന് മെഡിക്കൽ കോളേജിൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകും. അതായത് ഇയാൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ, ഉദരസംബന്ധമായ അസുഖമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പരിശോധനയ്ക്ക് പറഞ്ഞിരിക്കുന്ന തീയതി ഇന്നാണ്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി തന്നെ ഡോക്ടർ ജയേഷാണ് ഇയാളെ പരിശോധിക്കുന്നത്. ഇന്നലെ ഇത് സംബന്ധിച്ച് മാലൂർക്കുന്നിൽ ചോദ്യം ചെയ്യുന്നതിനിടയിൽ അതായത് ഇയാൾക്ക് ഇത് സംബന്ധിച്ചുള്ള അസ്വസ്ഥത ഉണ്ടായിരുന്നു. ആ സമയം തന്നെ ഒരു ഡോക്ടറെ വിളിച്ചു വരുത്തുകയും അയാൾ പരിശോധിക്കുകയും ചെയ്തു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെഡിക്കൽ കോളേജിൽ ഹാജരാക്കിയപ്പോൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു പ്രതിയെ. തുടർന്നാണ് ഇന്നത്തേക്ക് ഒരു ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ഒരു ഡേറ്റിന് കൂടി വീണ്ടും പരിശോധനയും വിവിധ ടെസ്റ്റുകളും നടത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും മറ്റ് തെളിവെടുപ്പിലേക്ക് കാര്യങ്ങൾ പോവുക എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രധാനമായും 3 സ്ഥലങ്ങളിലാണ് തെളിവെടുപ്പ്. അതിൽ ഒന്ന് ഷൊർണൂരാണ്. ഷൊർണൂരിൽ ഇയാൾ പെട്രോൾ വാങ്ങിയിരിക്കുന്ന പെട്രോൾ പമ്പിലായിരിക്കും പോവുക, കൊളപ്പള്ളി റോഡിലുള്ള. മറ്റൊന്ന് ഈ തീവെപ്പ് ഉണ്ടായ സ്ഥലമാണ് എലത്തൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള സ്ഥലത്താണ് തീവെപ്പ് ഉണ്ടായത്. ഇവിടെയും ഇയാളെ തെളിവെടുപ്പിന് കൊണ്ടുപോകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഇതിന്റെ ഈ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ ബോഗിയിൽ പരിശോധന നടത്തേണ്ടതുണ്ട്. അത് കണ്ണൂരിലാണുള്ളത്. D1, D2 കമ്പാർട്ട്മെന്റുകളിലായി പ്രതിയെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ 3 ദിവസമായി പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇയാളുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു അതായത് മറ്റാരെങ്കിലും ഉണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു സഹകരണം ഉണ്ടാവുന്നില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. അതായത് മൊഴിയിൽ വലിയ വൈരുദ്ധ്യങ്ങളുണ്ട്. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയുള്ള നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം. പക്ഷേ ഈ UAPA ചുമത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികൾ തമ്മിലുള്ള തർക്കം ഇപ്പോഴും തുടരുകയാണ്. NIA സമാന്തരമായ രീതിയിൽ തന്നെ അവർ അന്വേഷണം നടത്തുന്നുണ്ട്. NIA സംഘം കോഴിക്കോട് ഇപ്പോഴും ക്യാമ്പ് ചെയ്തുകൊണ്ട് സമാന്തര അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിൽ UAPA ചുമത്തേണ്ടതുണ്ടോ, ഇതിലൊരു തീവ്രവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിലുള്ള തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സംസ്ഥാനത്തുള്ള മറ്റ് അന്വേഷണ ഏജൻസികൾ, ഈ പ്രത്യേക അന്വേഷണ സംഘം ഉൾപ്പെടെ പറയുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇയാൾക്ക് മറ്റേതെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടായിരുന്നോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച ശേഷം UAPA ചുമത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. UAPA ചുമത്തിക്കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായും NIAയുടെ നിയന്ത്രണത്തിലാവും കാര്യങ്ങൾ. NIA ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ക്യാമ്പ് ഓഫീസ് ഇവിടെ തുറന്ന ശേഷം ഇവിടുന്ന് തന്നെയായിരിക്കും അന്വേഷണം എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും പ്രതിയെ ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുപോയേക്കും എന്നുള്ളൊരു വിവരം കൂടിയുണ്ട്. അത് എവിടെയാണ് എന്നുള്ള കാര്യത്തിലൊന്നും അന്വേഷണ സംഘം കൃത്യമായ ഒരു ഇത് പറയുന്നില്ല. എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ വിവിധ ടെസ്റ്റുകളും മറ്റും നടത്തുന്നതിന് വേണ്ടി അല്പസമയത്തിനകം തന്നെ ഈ മാലൂർക്കുന്നിൽ നിന്ന് കൊണ്ടുപോകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിനേഷ്, അതായത് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരാഴ്ചയായി ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇങ്ങനെ നടക്കുന്നു. പക്ഷേ ഒരാഴ്ചയായിട്ടും എന്തായിരുന്നു പ്രതിയുടെ യഥാർത്ഥ ലക്ഷ്യം എന്നതിലേക്ക് എത്താൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം പ്രതി ഷൊർണൂരിലെത്തി, അവിടുന്നാണ് പെട്രോൾ വാങ്ങി. ഇത് വാർത്തകളൊക്കെ നമ്മൾ കൃത്യമായി ആദ്യം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. പക്ഷേ പ്രതിയുടെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു? അല്ലെങ്കിൽ ഒരു ട്രെയിൻ ഒരു ബോഗി മാത്രം കത്തിക്കാനായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? ഇതിന് യഥാർത്ഥ തീവ്രവാദ ബന്ധമുണ്ടെന്ന കാര്യത്തിലേക്ക് ഒന്നും ഒരു സ്ഥിരീകരണം ഇതുവരെ കേരളത്തിലെ അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, പിന്നെ അറിയേണ്ട ഒരു കാര്യം എന്താണ് NIAയുടെ ഒരു ഉദ്ദേശം ഈ കേസിൽ എന്താണ്? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി സംസാരിച്ചതിന് ശേഷം മാത്രമേ ഒരു NIA അന്വേഷണത്തിലേക്ക് സ്ഥിരീകരണം വരികയുള്ളൂ. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഭവ്യ, ഇതിൽ പ്രധാനമായും ഇത് തീവ്രവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് തന്നെ എന്നുള്ള നിഗമനത്തിലാണ്. അതായത് ഈ ഭീകരാക്രമണം
ആക്രമണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇങ്ങനെ ട്രെയിൻ ആക്രമണം നടന്നിട്ടുള്ളത് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് കേന്ദ്രസേന, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. പക്ഷേ സംസ്ഥാന അന്വേഷണ ഏജൻസികൾ ഇപ്പോഴും അതിൽ ഒരു ഉറപ്പ് അവർക്ക് ലഭിച്ചില്ല. കാരണം അവരുടെ ഇത്രയും ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലിൽ നിന്ന് പോലും ഇയാളുടെ മോട്ടീവ് എന്താണ് എന്നുള്ള കാര്യത്തിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വീഴ്ച കൂടിയാണ്. കാരണം ഇത്രയും ഒരാഴ്ച പിന്നിട്ടിട്ട് പോലും ഈ പ്രതിയെ കിട്ടിയിട്ട് പോലും ഇങ്ങനെ ഒരു, അതായത് ഇതിന്റെ ഒരു കാരണം എന്താണ്, ഇങ്ങനെ ഒരു നീക്കം, ഇത്രയും ഒരു അട്ടിമറി, ട്രെയിൻ തകർക്കാനുള്ള അല്ലെങ്കിൽ തീ വെച്ച് ആളുകളെ കൊല്ലാനുള്ള ഒരു ശ്രമത്തിന്റെ പിന്നിൽ എന്ത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു ഉത്തരം ഇനിയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. ഇത് തന്നെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഇത് അന്വേഷിക്കാൻ പ്രേരിപ്പിക്കുന്നു, UAPA ചുമത്തണമെന്ന നിലപാടിലേക്ക് അവർ എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമ്മർദ്ദം സംസ്ഥാനത്തുള്ള അന്വേഷണ ഏജൻസികളിലേക്ക് വരികയും ചെയ്യുന്നത്. എന്തായാലും നമുക്കറിയാം, ഈ എലത്തൂർ കൃത്യമായി തന്നെ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് തന്നെ തിരഞ്ഞെടുക്കുന്നു. ഇത് കോഴിക്കോട് കഴിഞ്ഞാൽ പിന്നെ കണ്ണൂർ വരെ ഇതിൽ RPFന്റെ സേവനം ഉണ്ടാവില്ല. മാത്രമല്ല, ഈ എലത്തൂരിലൂടെ ഇത് കടന്നു പോകുമ്പോൾ ഇവിടെയാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ സംഭരണ കേന്ദ്രം ഉൾപ്പെടെയുള്ളത്. ട്രെയിൻ ആളിക്കത്തുകയാണെങ്കിൽ വലിയ സ്ഫോടന സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ്. വലിയ ഒരുപക്ഷെ സമാനതകളില്ലാത്ത ദുരന്തത്തെ ആയിരിക്കുമായിരുന്നു നമ്മൾ അഭിമുഖീകരിക്കുക. പക്ഷെ അതെല്ലാം തന്നെ മറികടക്കാൻ കഴിഞ്ഞു യഥാസമയം തന്നെ. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു തീവ്രവാദി അക്രമവും ഇതിന് കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. പക്ഷേ അതൊന്നും തന്നെ, അത്തരത്തിലുള്ള തെളിവുകളൊന്നും തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതുവരെയും ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇയാളുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളെല്ലാം തന്നെ ഈ അന്വേഷണ ഏജൻസികളെ കുഴക്കുന്നുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര NIA പോലുള്ള അന്വേഷണ ഏജൻസികൾ ഇതിൽ UAPA ചുമത്തണം, NIAക്ക് കൈമാറണം എന്നുള്ളൊരു ആവശ്യവുമായി രംഗത്തുള്ളത്. എന്തായാലും ഈ ദിവസങ്ങളിലെ തെളിവെടുപ്പും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രതികളെ, ഇയാളെ കൂട്ടുപ്രതികളെ മറ്റോ കുറിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള അന്വേഷണം ഈ ദിവസങ്ങളിൽ തുടരും. എന്തായാലും ഇനി കോടതി പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ ഒരാഴ്ച മാത്രമാണ് പ്രതിയെ കസ്റ്റഡിയിൽ വെക്കാനുള്ള അവകാശമുള്ളത്. അതുകൊണ്ട് തന്നെ അതുവരെയുള്ള ചോദ്യം ചെയ്യലുകളും തെളിവെടുപ്പുകളും ഈ സമയം കൊണ്ട് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഭവ്യ. ദിനേഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് എലത്തൂർ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരാനുണ്ട്. കാരണം നേരത്തെ ഭവ്യ പറഞ്ഞ പോലെ ഈ തീവ്രവാദ ബന്ധമുണ്ടോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന്. മറ്റൊന്ന്, ഈ ദേശീയ അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിക്കുന്ന അതേ സമയത്ത് കേരളത്തിലെ അന്വേഷണ ഏജൻസികളാണെങ്കിലും ഒരു സ്ഥിരീകരണത്തിൽ ആശയക്കുഴപ്പമുണ്ട് അവർക്ക്. കാരണം എന്തിനാണ് ഇയാൾ ഇങ്ങനെ ഒരു കൃത്യം ചെയ്തത് എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരാനുണ്ട്. കാരണം നമ്മളൊക്കെ ഒരുപാട് ഞെട്ടിയ ഒരു സംഭവമാണ്. 3 മരണം നടന്നു. പക്ഷെ അതിന്റെ ഒരു കൃത്യമായ കാരണത്തിലേക്ക് എത്താൻ ഇതുവരെ പോലീസിന് സാധിച്ചില്ല എന്നുള്ളതായിട്ടും നിർണായകമായ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. തീർച്ചയായും അത് നേരത്തെ വിനേഷ് പറഞ്ഞതുപോലെ നമ്മുടെ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു മെല്ലപ്പോക്ക് അല്ലെങ്കിൽ വീഴ്ച, അവരുടെ കാര്യക്ഷമത കുറവൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കാം. ഏതായാലും അത് വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ അത്തരം നമ്മുടെ സംശയങ്ങൾക്കൊക്കെ ഒരു മറുപടി ലഭിക്കും. എന്തായാലും ഇന്ന് തെളിവെടുപ്പിനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെ വിനേഷ് തന്നെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്കൊപ്പം തുടരുക. മറ്റൊരു വാർത്ത, പാലക്കാട് നിന്ന് പ്രസാദാണ് ചേരുന്നത്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഏതായാലും ഇപ്പോൾ ഈ നേരത്തെ പ്രസാദ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ പോയി ഈ ആനയെ അരിക്കൊമ്പനെ മാറ്റുമ്പോഴുള്ള നാട്ടുകാരുടെ പറമ്പിക്കുളത്തെ ആശങ്ക, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നമുക്ക് പങ്കുവച്ചിരുന്നു. ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിൽ വരുന്ന പശ്ചാത്തലമുണ്ട്. അവിടുത്തെ നാട്ടുകാരൊക്കെ വലിയ പ്രതിഷേധത്തിലാണ്. MLA ആണ് കേസ് നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. എന്താണ് ഏറ്റവും പുതിയ സാഹചര്യം? ഒരു തരത്തിലും അരിക്കൊമ്പനെ പറമ്പിക്കുളത്തുകാർക്ക് വേണ്ട എന്നുള്ളത് തന്നെയാണോ? ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്, ഭവ്യ. അരിക്കൊമ്പന്റെ കാര്യത്തിൽ പറമ്പിക്കുളത്തെ പ്രതിഷേധം തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് 3 കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് സംഭവിക്കുന്നത്. ഒന്ന്, MLA തന്നെ നേരിട്ട് ഹൈക്കോടതിയിൽ പുനഃപരിശോധന ഹർജി ഇന്ന് നൽകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനുശേഷം പറമ്പിക്കുളത്തെ ഊരുമൂപ്പന്മാർ ഈ ഹർജിക്കൊപ്പം തന്നെ അവർ കക്ഷി ചേരും. ഒരു കാരണവശാലും അരിക്കൊമ്പനെ ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്നുള്ളതാണ്. ഇതിൽ വിദഗ്ധ സമിതി, അതായത് ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ള വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പറമ്പിക്കുളത്തേക്ക് അരിക്കൊമ്പനെ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്. പക്ഷേ അതിൽ ഇവർ പറയുന്നത് ഈ വിദഗ്ധ സമിതി പറമ്പിക്കുളത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു കൊമ്പൻ ഫോറസ്റ്റ് റേഞ്ചിലേക്ക് ഉൾപ്പെട്ട പ്രദേശത്തേക്ക് അരിക്കൊമ്പനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവർ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അതിന് പ്രധാനമായി പറയുന്നത് അവിടെ ജനവാസ മേഖലയല്ല എന്നുള്ളതാണ്. പക്ഷേ അവിടെ അതിന് തൊട്ടു ചേർക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ വിവിധ ആദിവാസി ഊരുകളുണ്ട്. അതുപോലെ തന്നെ താഴത്തെ ഭാഗങ്ങളിലേക്കെല്ലാം ആന വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത്രയേറെ ജനവാസ മേഖലയിൽ ഇത്രയും കാലം നിന്നിരുന്ന ഒരു ആന സ്വാഭാവികമായും ഉൾക്കാട്ടിലേക്ക് വലിയുന്നതിന് പകരം വീണ്ടും അത് അതേ വഴിയിലൂടെ തന്നെ പുറത്തേക്ക് വരാനുള്ള ഒരു സാധ്യതയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും അരിക്കൊമ്പനെ കൊണ്ടുവരരുത്. ആ വസ്തുതകൾ കൂടി കോടതി പരിശോധിച്ച് ഇക്കാര്യത്തിൽ ഒരു പുനഃപരിശോധന നടത്തണം എന്നുള്ളതാണ് MLA ഇന്ന് നൽകുന്ന ഹർജിയുടെ പ്രധാന ലക്ഷ്യം.
അതോടൊപ്പം മുതലമട പഞ്ചായത്ത് സർവകക്ഷി യോഗത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് പറമ്പിക്കുളം DFO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് രാവിലെ 11 മണിക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. അത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പറമ്പിക്കുളത്തേക്ക് പോയി കഴിഞ്ഞു. കാര്യമാണ് കോടതി ഈ പറഞ്ഞതുപോലെ അമിക്കസ് ക്യൂറി അടക്കം ഈ വിഷയത്തിൽ റിപ്പോർട്ട് കോടതിക്ക് നൽകിയിരുന്നു. അങ്ങനെയാണ് പറമ്പിക്കുളത്തേക്ക് മാറ്റുക എന്നുള്ള തീരുമാനത്തിലേക്ക് കോടതി എത്തിയത്. പ്രസാദ്, ഈ കോടതി തീരുമാനത്തിൽ അത്തരത്തിൽ തന്നെ ഉറച്ചു നിന്നാൽ, അങ്ങനെ നിർദ്ദേശം നൽകിയാൽ ഈ പറമ്പിക്കുളവും മുതലമടയും മറ്റും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുമെന്നുള്ളതാണോ? അങ്ങനെയാണോ ഇപ്പോൾ നാട്ടുകാർ നമുക്ക് നൽകുന്ന സൂചന? തീർച്ചയായും അതൊരു വലിയ പ്രതിസന്ധിയായിരിക്കും സർക്കാരിനുണ്ടാക്കുക. കാരണം കോടതി വിധി നിലനിൽക്കുമ്പോൾ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരരുത്, അതായത് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് പ്രദേശത്തുള്ള ആളുകൾ എടുത്തിരിക്കുന്നത്. അതിന്റെ ഒരു കാരണം ഈ ഒരു കാരണങ്ങളാണ്. അതായത് ഈ ഉൾപ്രദേശത്ത് വീണ്ടും കാരപ്പാറ, അതോടൊപ്പം മുതലമടയിലെ വിവിധ മേഖലകൾ, പറമ്പിക്കുളത്തെ 10 ആദിവാസി കോളനികൾ, സമീപ പ്രദേശങ്ങൾ, ഇപ്പോൾ തൃശൂർ ജില്ലയിൽ നിന്നും ചാലക്കുടി മേഖലയിലേക്കെല്ലാം ഈ സ്ഥലത്ത് നിന്ന്, അതായത് ആനയെ കൊണ്ടുവിടുന്ന ഒരു കൊമ്പൻ ഫോറസ്റ്റ് റേഞ്ചിനുള്ളിൽ നിന്നും അവർക്ക് സമീപ പ്രദേശങ്ങളാണ്. അപ്പോൾ അങ്ങോട്ടെല്ലാം ആനയ്ക്ക് വരാൻ കഴിയും എന്നുള്ളതുകൊണ്ടുകൂടിയാണ് ഇത് ഇത്രയേറെ എതിർപ്പ് ഉണ്ടാകുന്നത്. വലിയ പ്രതിഷേധം, അങ്ങനെ ഹൈക്കോടതി ആ നിലയിൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ ഒരുപക്ഷെ അത് ഏത് രീതിയിലാണ് അത് പിന്നീട് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. അത്രയേറെ ശക്തമായ പ്രതിഷേധം തന്നെയായിരിക്കും മുതലമട ഭാഗത്ത് നിന്ന്. മുതലമട മാത്രമല്ല, അതിന്റെ സമീപ പഞ്ചായത്തുകൾ 6 പഞ്ചായത്തുകളാണ് ഈ കേസിൽ കക്ഷി ചേരാൻ പോകുന്നത്. മുതലമട പഞ്ചായത്തിന് പുറമെ നെന്മാറ, അയിലൂർ, അതോടൊപ്പം നെല്ലിയാമ്പതി, എലവഞ്ചേരി, കൊല്ലങ്കോട് തുടങ്ങിയ പഞ്ചായത്തുകളെല്ലാം ഇതിൽ കക്ഷി ചേരാൻ പോകുകയാണ്. അതൊരു എന്തായാലും ഒരു നിയമ പോരാട്ടം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതോടൊപ്പമാണ് ഈ ജനകീയ പ്രതിഷേധങ്ങൾ എന്ന് പറയുന്നത്. മുതലമട പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ഇന്ന് പറമ്പിക്കുളം DFO ഓഫീസിലേക്ക് മാർച്ച് നടക്കുന്നു. അതോടൊപ്പം തന്നെ MLAയുടെ നേതൃത്വത്തിൽ ഇന്ന് മുതലമടയിൽ പ്രതിഷേധ മാർച്ച് വേറെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇതിൽ ഒരു എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഒരേ ആവശ്യവുമായി വേണ്ടി 2 സമരങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. അത് ഇവർ തമ്മിലുള്ള MLAയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരവും പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ നടക്കുന്ന സമരവും ഉണ്ട്. അത് അവിടെയുള്ള ചില പ്രാദേശികമായുള്ള ഭിന്നതകളാണ് അതിനൊരു കാരണം. കഴിഞ്ഞ തവണ മുതലമടയിലുണ്ടായിരുന്ന അവിശ്വാസ പ്രമേയത്തിൽ CPM പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആൾ അവിടെ പുറത്തു പോകേണ്ട ഒരു സാഹചര്യം വന്നു. അതുകൊണ്ട് പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ടുള്ള ഒരു സമരങ്ങളല്ല ഇപ്പോൾ അവിടെ CPM അവിടെ MLAയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ള ഒരു ആക്ഷേപം പൊതുവെ ഉയരുന്നുണ്ട്. ഇത്രയും ഒരു ആവശ്യത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടുക ആണ് വേണ്ടത് എന്നുള്ള ഭൂരിപക്ഷ അഭിപ്രായമുണ്ട്. പക്ഷേ എന്തായാലും 2 സമരങ്ങൾ നടക്കുമ്പോഴും ഈ 2 സമരങ്ങളും ഒരേ ആവശ്യം ഉന്നയിച്ചാണ് 2 കൂട്ടരും അതേ ശക്തിയിൽ തന്നെയാണ് സമരങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. നാളെ മുതലമട പഞ്ചായത്ത് സർവകക്ഷി യോഗം തീരുമാനിച്ചിട്ടുള്ള ഹർത്താൽ, അന്ന് ചിന്നക്കനാൽ കണ്ട അതേ സമരം വീണ്ടും നമ്മൾ പറമ്പിക്കുളത്തെ കാണും എന്ന് സാരം അല്ലേ? അതായത് അന്ന് നമ്മൾ കണ്ടതാണ്, ഹർത്താലിലേക്ക് അടക്കം പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു ചിന്നക്കനാലിൽ. ഇടുക്കിയിൽ പ്രത്യേകിച്ച് നാട്ടുകാർ കുത്തിയിരുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കമുള്ളവരടക്കം പൊരി വെയിലത്തിരുന്ന് നടത്തിയ സമരങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതേപോലൊരു പ്രതിഷേധത്തിലേക്ക് അരിക്കൊമ്പനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് തന്നെ ഉറച്ചു നിൽക്കാനാണ് പറമ്പിക്കുളത്തുകാരുടെ തീരുമാനം എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും പ്രസാദ് തന്നെ നൽകിയ നമ്മുടെ റിപ്പോർട്ടുകളിൽ നിന്ന് അവരുടെ വൈകാരികമായ പറമ്പിക്കുളത്തുകാരുടെ വൈകാരികമായ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. തീർച്ചയായും ഭവ്യ, അത് തന്നെയായിരിക്കും സംഭവിക്കുക. കാരണം ഇന്നലെ ഒരു സംഭവം ഉണ്ടായത് തൃശൂർ ജില്ലയിലാണ്. തൃശൂർ ജില്ലയിൽ ഒരു വാഴച്ചാൽ മുഖേന ആ വഴി പറമ്പിക്കുളത്തേക്ക് അരിക്കൊമ്പനെ കൊണ്ടുവരാനുള്ള റോഡ് ഗതാഗതം ശരിയാക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം വനം വകുപ്പ് നടത്തിയിരുന്നു. പക്ഷെ അവിടെയുള്ള ആളുകൾ അത് തടയുകയും പിന്നീട് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് തിരിച്ചു വരേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഈ അരിക്കൊമ്പനെ കൊണ്ടുപോകുന്നത് ഏത് വഴിയാണ് എന്നുള്ളത് സംബന്ധിച്ചാണ് ഇപ്പോൾ വനം വകുപ്പ് നോക്കുന്നത്. 3 വഴികളുണ്ട്. ഒന്ന് പാലക്കാട് വഴി കൊണ്ടുപോകും, പക്ഷെ അത് വളരെ ദൂരമാണ്. പാലക്കാട് നിന്ന് തമിഴ്നാട് വഴി കടന്ന് പിന്നീട് പറമ്പിക്കുളത്തേക്ക് കിടക്കണം. മറ്റൊന്ന് മറയൂർ വഴി, അതായത് മൂന്നാറിൽ നിന്നും മറയൂർ വന്ന് മറയൂരിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കടന്ന് പറമ്പിക്കുളത്തേക്ക് പോകുക എന്നുള്ളത്. ഏറ്റവും എളുപ്പവഴി ഈ പറയുന്നത് തൃശൂർ വാഴച്ചാൽ വഴിയാണ് ഇതിലേക്ക് പോകാനുള്ള മറ്റൊരു വഴി. അപ്പോൾ ഈ സ്വാഭാവികമായും അവസാനത്തെ 2 വഴികൾ, ഒന്ന് മറയൂർ വഴിയുള്ള വഴിയും അതോടൊപ്പം വാഴച്ചാൽ മുഖേനയും, ആ 2 റോഡുകളായിരിക്കും വനം വകുപ്പ് പ്രധാന പരിഗണന കൊടുക്കുക. അത് ശരിയാക്കുക എന്നുള്ളതാണ്. ആനയെ കൊണ്ടുപോകുമ്പോൾ റോഡിലൂടെ കൊണ്ടുപോകുമ്പോൾ മരക്കമ്പുകളും മറ്റും തട്ടാതിരിക്കാനുള്ള ശ്രമം മരമേഖലയാണ്. അതുകൊണ്ട് തന്നെ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരക്കൊമ്പുകളെല്ലാം ഉണ്ട്. അതെല്ലാം ശരിയാക്കേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടി പോകുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പ്രാദേശികമായി ആ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉയരുന്നുള്ളത്. തമിഴ്നാടും ഇക്കാര്യത്തിൽ അവിടെയും ചില കർഷക സംഘടനകളെല്ലാം ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. തമിഴ്നാടിനോട് ചേർന്ന പ്രദേശമായതുകൊണ്ട് അപ്പോൾ പ്രതിഷേധം എന്ന് പറയുന്നത് മുതലമടയിലെ ഈ പറമ്പിക്കുളത്തേക്ക് അരിക്കൊമ്പനെ കൊണ്ടുവരിക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് നടപ്പിലാക്കുക എന്നുള്ളത് അത്ര എളുപ്പമാകില്ല. ഇന്നലെ 2 മന്ത്രിമാർ, പാലക്കാട് ജില്ലയിൽ നിന്നുള്ള മന്ത്രി K. കൃഷ്ണൻകുട്ടിയും MP രാജേഷും പറഞ്ഞൊരു കാര്യം, ഇതിൽ
ഇപ്പോൾ വന്നിരിക്കുന്നത് കോടതി ഉത്തരവാണ്. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അതിന് ഈ ഒരു പരസ്യമായ ഒരു ഇതിലേക്ക് പോകാൻ പറ്റില്ല. ജനങ്ങളുടെ ആവശ്യം അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിയമപരമായി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാർ എന്തായാലും പുനഃപരിശോധനാ ഹർജി നൽകില്ല. MLA തന്നെ നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഊരുമൂപ്പന്മാരും അതോടൊപ്പം തന്നെ പഞ്ചായത്തും കക്ഷി ചേരും. അതിനുശേഷമായിരിക്കും അതോടൊപ്പം തന്നെ ഇതിനെല്ലാം സമാന്തരമായി ജനകീയ പ്രക്ഷോഭവും നടക്കുന്നുണ്ട്. ഇന്ന് 2 സമരങ്ങൾ നടക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ സമരങ്ങളും ഉണ്ടാകും. ദിവസങ്ങളായി അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അരിക്കൊമ്പൻ ഒരു തരത്തിലും പരിഹാരമില്ലാത്തൊരു വിഷയമായി മാറുന്ന സാഹചര്യം സർക്കാരിനും കോടതിക്കും ഒക്കെ വലിയ പ്രതിസന്ധി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഭവ്യ, നമുക്ക് അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അതെ, തീർച്ചയായും. റേഡിയോ കോളർ എത്താത്തതുമായി ബന്ധപ്പെട്ട് അരിക്കൊമ്പനെ മയക്കുവെടി വെക്കാനുള്ള ദൌത്യം വൈകുമെന്നാണ് മനസ്സിലാക്കുന്നത്. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചിട്ടുള്ള യോഗവും മോക്ക് ഡ്രില്ലും GPS കോളർ എത്തിയതിനു ശേഷം മതിയം തീരുമാനത്തിലാണ് തൽക്കാലത്തേക്ക് വനം വകുപ്പ്. അസം വനം വകുപ്പിന്റെ കൈവശമുള്ള GPS കോളർ കൈമാറുന്നതിന് ഇന്ന് അനുമതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മുടെ വനം വകുപ്പുള്ളത്. ചിന്നക്കനാലിലെ അരിക്കൊമ്പനെ മയക്കുവെടി വയ്ക്കാനുള്ള ദൌത്യം ഇനിയും വൈകാനാണ് സാധ്യത. GPS കോളർ എത്താത്തതാണ് നടപടികൾ വൈകാൻ കാരണം. ഇന്ന് വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി യോഗവും മോക്ക് ഡ്രില്ലും നടത്തിയ ശേഷം നാളെ മയക്കുവെടി വയ്ക്കാനായിരുന്നു വനം വകുപ്പിന്റെ നീക്കം. അരിക്കൊമ്പനായി വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെയും അസം വകുപ്പിന്റെയും കൈവശമുള്ള GPS കോളർ എത്തിക്കാനാണ് വനംവകുപ്പ് ശ്രമങ്ങൾ നടത്തുന്നത്. എന്നാൽ കോളർ മാറ്റാൻ അസം വനംവകുപ്പ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതി ലഭിച്ചില്ല. ഈസ്റ്റർ അവധി ദിവസങ്ങളായതിനാലാണ് കാലതാമസം ഉണ്ടാകുന്നത് എന്നാണ് വനം വകുപ്പ് പറയുന്നത്. ഇന്ന് അനുമതി ലഭിക്കുമെന്നാണ് കരുതുന്നത്. GPS കോളർ എത്തുന്നതനുസരിച്ച് മോക്ക് ഡ്രിൽ ഉൾപ്പെടെ നടത്താനുള്ള തീയതി നിശ്ചയിക്കാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. പറമ്പിക്കുളത്തേക്ക് കൊണ്ടുപോകുന്നത് തടയണമെന്ന ഹർജി കോടതി പരിഗണിച്ചാൽ അരിക്കൊമ്പനുള്ള മയക്കുവെടി വീണ്ടും നീളുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 ഇടുക്കി. ഏതായാലും നമുക്ക് തിരുവനന്തപുരത്ത് നന്ദകുമാർ തയ്യാറാണ്. തിരുവനന്തപുരം എന്നും വാർത്തകൾ കൊണ്ട് സമ്പന്നമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നും യാതൊരു കുറവുമില്ല അല്ലെ വാർത്തകൾക്ക്. തീർച്ചയായും. നമുക്ക് നന്ദകുമാർ, ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ വലിയ കാര്യമായി നൽകിയ വാർത്ത, അതായത് മാധ്യമങ്ങളിൽ മുഴുവൻ നിറഞ്ഞ വാർത്ത BJP നേതാക്കളുടെ അരമന സന്ദർശനമായിരുന്നു. BJPയുടെ ന്യൂനപക്ഷ പൊളിറ്റിക്സ് ആയിരുന്നു. ആ വിഷയത്തിൽ അവർ നടത്തുന്ന പ്രധാനപ്പെട്ട നീക്കങ്ങളായിരുന്നു. ഒപ്പം തിരുവനന്തപുരം ആർച്ച് ബിഷപ്പിന്റെ അടക്കം പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് BJPക്ക് അനുകൂലമായി BJP ഞങ്ങൾക്ക് തൊട്ടുകൂടാത്ത പാർട്ടിയല്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ വലിയ ചർച്ചയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ നമുക്കിന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? ഒപ്പം CPM-ഉം കോൺഗ്രസും ഒക്കെ BJPയുടെ നീക്കങ്ങളെ വലിയ തോതിൽ ആശങ്കയോടെ കാണുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്ന് ഈ വിഷയത്തിൽ പോകുന്ന സംഭവവികാസങ്ങൾ? രജിത്, ഭവ്യ, ഗുഡ് മോർണിംഗ്. എന്തായാലും BJPയുടെ ഈ ഒരു സ്നേഹയാത്ര വരും ദിവസങ്ങളിലും തുടരാൻ തന്നെയാണ് BJPയുടെ ഒരു തീരുമാനം. നേരത്തെ ഈസ്റ്റർ ദിനങ്ങളിലൊക്കെ തന്നെ BJP നേതാക്കൾ അരമനകളിലും അതുമാത്രമല്ല മതമേലധ്യക്ഷന്മാരെ കാണുകയും ക്രൈസ്തവ വീടുകളൊക്കെ തന്നെ സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് തുടരാൻ തന്നെയാണ് ഇപ്പോൾ BJP കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ച് സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി വൈകിയും ഇതിന്റെ ഒരു ഭാഗമായി BJP ക്യാമ്പുകളിൽ സജീവമായ ചർച്ചകൾ നടന്നു. കാരണം അവർ വിലയിരുത്തുന്ന അനുസരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെ BJPയുടെ ഈ ഒരു സ്നേഹയാത്ര വൻ വിജയമായിരുന്നു എന്ന് തന്നെയാണ് BJPയുടെ ഒരു കണക്കുകൂട്ടൽ. കാരണം വലിയ തോതിലുള്ള ഒരു സ്വീകരണങ്ങൾ ലഭിച്ചു എന്നാണ് ഇപ്പോൾ BJP ക്യാമ്പുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഏറ്റവും പ്രധാനം പത്തനംതിട്ട പോലുള്ള ജില്ലകളിൽ നിന്നൊക്കെ വലിയ സ്വീകരണമാണ്. BJP വിചാരിക്കുന്നതിൽക്കാൾ കൂടുതൽ വലിയ ഒരു സ്വീകരണം BJPക്ക് ലഭിച്ചു എന്നും നേതാക്കൾക്ക് ലഭിച്ചു എന്നും ക്രൈസ്തവ വീടുകളിൽ പോലും വലിയ സ്വീകരണം ലഭിച്ചു എന്നുമാണ് BJPയുടെ ഒരു വിലയിരുത്തൽ. എന്തായാലും രാഷ്ട്രീയം വലിയ തോതിൽ ചർച്ച ചെയ്യാതെ ഒരു സൗഹൃദം കൂടുതൽ സ്ഥാപിക്കാൻ തന്നെയാണ് BJPയുടെ ഒരു നീക്കം. അതെന്തായാലും BJPക്ക് വിജയിച്ചു എന്ന ഒരു നിലപാടിലാണ് BJP ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഈ ഒരു സ്നേഹയാത്ര അത് തുടരാനാണ് BJPയുടെ ഒരു നീക്കം. ഏറ്റവും പ്രധാനം വിഷു ദിനങ്ങളിൽ ഇത്തരത്തിൽ അരമനകളിലെ മതമേലധ്യക്ഷന്മാരെയും അതുപോലെ തന്നെ മറ്റു പുരോഹിതരെയും ക്രൈസ്തവ വിശ്വാസികളെയും ഒക്കെ തന്നെ BJP നേതാക്കളുടെ വീടുകളിലേക്ക് ക്ഷണിക്കാനും ഇപ്പോൾ BJP തയ്യാറെടുക്കുകയാണ്. ഒരുപാട് ദിവസങ്ങളൊന്നും തന്നെ ഇല്ല, കാരണം 14-ാം തീയതിയാണ് വിഷു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കുറഞ്ഞ നാളുകളിലും കൂടുതൽ ആൾക്കാരെ BJPയുടെ നേതാക്കളുടെയും അതോടൊപ്പം തന്നെ BJP അനുഭാവികളുടെയും വീടുകളിലേക്ക് ക്ഷണിക്കുകയും അതിലൂടെ വലിയൊരു സൗഹൃദം സ്ഥാപിക്കാൻ തന്നെയാണ് BJPയുടെ ഒരു നീക്കം. അത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ടും അതോടൊപ്പം തന്നെ G20-യിൽ അത് ഭാരതത്തിൽ വച്ച് G20 നടക്കുമ്പോൾ ഒരു വസുദൈവ കുടുംബകം എന്ന ഒരു ആശയമാണ് മുന്നോട്ട് വെക്കുന്നത്. RSSും അതിനെ അനുകൂലിച്ചുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് RSSന്റെ നിലപാട് വസുദൈവ കുടുംബകമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ക്രൈസ്തവ വിശ്വാസികളെയും മറ്റ് സമുദായങ്ങളിൽ ഉള്ള വിശ്വാസികളെയും ഒക്കെ തന്നെ
BJP നേതാക്കളെ വീടുകളിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്നേഹയാത്ര BJPയുടെ ഈ നീക്കം അത് അവർ ഈ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും. കൃത്യമായ സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. കാരണം നമുക്കറിയാം പല ലോക്സഭാ മണ്ഡലങ്ങളിലും തിരുവനന്തപുരം അടക്കം ലോക്സഭാ മണ്ഡലങ്ങളിലൊക്കെ BJP പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളാണ്. കാരണം 6 ലോക്സഭാ മണ്ഡലങ്ങൾ അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ BJP പെടുത്തിയ മണ്ഡലമാണ്. സ്വാഭാവികമായും അവിടെയൊക്കെ ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമാണ്, ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമാണ്. അതൊക്കെ സ്വാധീനിക്കുക എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അത് വരും ദിവസങ്ങളിലും വരും മാസങ്ങളിലുമൊക്കെ വലിയ തോതിൽ അവർ മുന്നോട്ട് കൊണ്ടുപോകും. ഈ ദൗത്യം വിജയകരമായതിന്റെ ആവേശത്തിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് BJP നടത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്നേഹയാത്ര വരും ദിവസങ്ങൾ, അതായത് വിഷു ദിനങ്ങളിലും നടത്താനും അതിനുശേഷമുള്ള പ്രത്യേക ദിവസങ്ങളിലൊക്കെ തന്നെ വിശേഷ ദിവസങ്ങളിൽ ഒന്നുകിൽ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെയോ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികളുടെ വീടുകൾ സന്ദർശിക്കുകയോ അല്ലെങ്കിൽ തിരിച്ച് അവരെ തങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയോ ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് ഇപ്പോൾ BJP കടന്നിരിക്കുന്നത്. ഇന്നലെ രാത്രി വൈകിയും ഇത് പ്രകാരമുള്ള ചർച്ചകൾ നടന്നു. ഇതിന്റെ കൃത്യമായ റിപ്പോർട്ട് കേന്ദ്രത്തിന് നൽകുകയും ചെയ്തു, കേന്ദ്ര BJP നേതൃത്വത്തിന് നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് വളരെ സന്തോഷത്തിലാണ് BJP നേതാക്കൾ, വലിയ ആത്മവിശ്വാസം BJP നേതാക്കൾ. എന്തായാലും വലിയ രാഷ്ട്രീയങ്ങളൊന്നും തന്നെ പല സ്ഥലങ്ങളിലും ചർച്ച ചെയ്തിട്ടില്ല. പക്ഷേ എങ്കിൽ കൂടിയും വലിയൊരു സൗഹൃദം സ്ഥാപിക്കുകയും ഇതിലൂടെ വലിയൊരു മാറ്റമാണ് BJP ലക്ഷ്യമിടുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇടതു വലതു മുന്നണികളുടെ കാര്യങ്ങൾ തന്നെയാണ്. കാരണം BJPയുടേത് കാപട്യമാണെന്നും BJP ഇത്തരത്തിൽ നടത്തുന്നത് അപഹാസ്യമാണെന്നും KPCC പ്രസിഡന്റ് K സുധാകരനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുമ്പോഴും കൃത്യമായ ഒരു ജാഗ്രത ഈ രണ്ട് മുന്നണികളും നടത്തുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം ചില മേലധ്യക്ഷന്മാരുടെ BJP അനുകൂല മോദി അനുകൂല പ്രസ്താവനകളൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ ഇടതു വലതു മുന്നണികളെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രതികരണങ്ങളിലേക്ക് നവമാധ്യമങ്ങൾ കൂടെയുള്ള പ്രതികരണങ്ങൾ നടത്താനും ഈ നേതാക്കൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും BJPയുടെ ഈ ഒരു തീരുമാനം ഇടതു വലതു മുന്നണികളെ ചെറിയ തലവേദനകൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ഭവന സന്ദർശനങ്ങൾ നടത്തുകയും അതിലൂടെ വലിയൊരു സൗഹൃദം സ്ഥാപിക്കുകയും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ A ക്ലാസ് മണ്ഡലങ്ങൾ അടക്കം പ്രത്യേകിച്ച് തൃശൂർ, തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിലെ ഒക്കെ തന്നെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ BJPക്ക് സാധിക്കുമെന്ന് BJP ലക്ഷ്യമിടുകയും ചെയ്യുന്നുണ്ട്. രഞ്ജിത്ത്, ഭാവ്യ. തീർച്ചയായും നന്ദനൊപ്പം ഡാനി ഇപ്പോൾ കൂടെ ചേരുന്നുണ്ട്. ഡാനി, ഈ വിഷയത്തിൽ തന്നെ ഇപ്പോൾ നന്ദൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടത് വലത് മുന്നണികൾ തെല്ലൊരു ഭയത്തിലാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. കാരണം ഈ ഒരു സംഭവത്തെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പുച്ഛിച്ച് തള്ളുമ്പോൾ അല്ലെങ്കിൽ പരിഹസിച്ച് തള്ളുമ്പോൾ പോലും ഒരു ഭയം അത് ഇടത് വലത് മുന്നണികൾക്കുണ്ട്. അത് ഇന്നലെ K സുധാകരന്റെയും അതോടൊപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറിയുടെയും ഒക്കെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്കത് വ്യക്തമാണ്. എന്തായാലും ഈസ്റ്റർ ദിനത്തിൽ BJP നടത്തിയത് സമാന്തര രാഷ്ട്രീയത്തിന്റെ ഒരു നീക്കം തന്നെയാണ്, ഒരു സൂചന തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും അവർ ഇത് വെറും ഒരു സന്ദർശനമാണ്, ഒരു സൗഹൃദ സന്ദർശനമാണ് എന്ന് ആവർത്തിക്കുമ്പോൾ പോലും വ്യക്തമായ രാഷ്ട്രീയം ഇതിനുണ്ട്. പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങൾ തങ്ങൾക്കൊപ്പമില്ല എന്നുള്ളൊരു അപഖ്യാതി അത് മാറ്റാനുള്ളൊരു ശ്രമമാണ് BJPയുടെ എന്ന കാര്യത്തിൽ സംശയമില്ല, അല്ലെ? തീർച്ചയായും അത് തന്നെയാണ്. കാരണം അതിൽ വളരെ കൃത്യമായ ഒരു അജണ്ടയോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നു എന്നതാണ്. BJPയുടെ ക്രിസ്ത്യൻ ഭവന സന്ദർശനം അത് തീരുമാനിക്കപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെയാണ് ഇവിടെ മലയാറ്റൂരെ കുരിശുമൂടി കയറാനായിട്ട് BJP നേതാവ് കൂടിയ AN രാധാകൃഷ്ണൻ അടക്കം എത്തിയത്. അങ്ങനെയുള്ള പരിപാടികൾ പൊതുവിൽ ക്രിസ്ത്യൻ സഭ അല്ലെങ്കിൽ സമൂഹം ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്ക് അവരുടെ പ്രവർത്തന ശൈലി മാറ്റിയെടുക്കുന്നതിന് ഈ രീതിയിലുള്ള പരിശ്രമങ്ങൾ, ഒരുപക്ഷെ കഠിന പരിശ്രമങ്ങൾ അതെല്ലാം തന്നെ ഒരു ഭാഗത്ത് നിന്ന് നടത്തുന്നുണ്ട് എന്നത് തന്നെയാണ്. അതനുസൃതം തുടരുന്ന ഒരു പ്രോസസ്സിലേക്ക് തന്നെ നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരം സന്ദർശനങ്ങൾ, ഭവന സന്ദർശനങ്ങൾക്കൊപ്പം തന്നെ കാര്യമായ രീതിയിൽ തന്നെ ഓരോ കൃത്യമായ രീതിയിൽ ഇവരെ കണ്ടുപോകുക, മതമേലധ്യക്ഷന്മാർക്കൊപ്പം തന്നെ സഭയിലെ തന്നെ പ്രമുഖ വ്യക്തികളെ കണ്ടുപോകുക, അത്തരം പരിപാടികൾക്ക് തുടർച്ചയായിട്ട് തന്നെ മുന്നോട്ട് പോവുക, അതുവഴി തങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ കൃത്യമായൊരു ഇടപെടൽ സൃഷ്ടിക്കുക, ചലനങ്ങൾ ഉണ്ടാക്കുക, ഇതെല്ലാം തന്നെയും BJPയുടെ ലക്ഷ്യങ്ങൾ തന്നെയാണ്. അതിനുള്ളൊരു തുടക്കം
ഉയർപ്പ് തിരുനാളിന് തന്നെ തുടങ്ങിയിരിക്കുന്നു. അത്തരമൊരു പ്രതീക്ഷകളുടെ ഒരു ഉയർപ്പിൻ്റെ പച്ചപ്പിൽ തന്നെ BJP അത്തരം പ്രതീക്ഷ കണ്ണുവെക്കുന്നു എന്നത് തന്നെയാണ്. ആ ദിവസം തന്നെ തുടങ്ങിയിരിക്കുന്നു. അത് മുന്നോട്ടുള്ള ദിവസങ്ങളിലും അങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണുന്നത്. ആ രീതിയിലുള്ള ഒരു വരും കാല പ്രവർത്തനങ്ങളും നമുക്ക് ഈ ദിവസങ്ങളിലടക്കം ഇനി പ്രതീക്ഷിക്കാം. സഭയുടെ ഭാഗത്തു നിന്ന് എങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നു എന്നതാണ് ഇനി അറിയേണ്ടത്. സ്വാഭാവികമായും സ്വീകരിക്കുന്ന രീതിയിൽ തന്നെ മറ്റുള്ളവരെ സ്വീകരിക്കുന്ന രീതിയിൽ തന്നെ പോകും. പക്ഷേ നിലപാടുകളുടെ ഒരു രാഷ്ട്രീയത്തിൽ സഭ ആർക്കൊപ്പം എന്നത് ശ്രദ്ധേയം തന്നെയാണ്. പ്രത്യേകിച്ച് കർദിനാൾ അടക്കം ഇന്നലെ നടത്തിയ പ്രസ്താവനകളും അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. വരുന്ന ദിവസങ്ങളിലും ആ രീതിയിലുള്ളൊരു പ്രതികരണങ്ങൾ സഭയുടെ മറ്റ് ഇടങ്ങളിൽ നിന്നുണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത്. അതായത് ഡാനി പറഞ്ഞതുപോലെ തന്നെ കർദിനാൾ അടക്കം ജോർജ് ആലഞ്ചേരി അടക്കമുള്ളവർ മോദിയോട് തങ്ങൾക്ക് യാതൊരു അയിത്തവുമില്ല, BJPയോട് അയിത്തമില്ല എന്നുള്ള അവരുടെ നിലപാട് ഏകദേശം വ്യക്തമാക്കി കഴിഞ്ഞു. എല്ലാവരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഒരു പ്രതികരണം നമ്മൾ കണ്ടതാണ്. നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്നതടക്കം നമ്മൾ ഇന്നലെ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ആ സംഭവ വികാസങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുന്നു. അതോടൊപ്പം തന്നെ BJP നേതാക്കൾ പറയുന്നു ഒരു അനിൽ ആന്റണി അല്ല, ഒരുപാട് അനിൽ ആന്റണിമാർ ഇനി BJPയിലേക്ക് എത്തും, BJPയുടെ പാളയത്തിലേക്ക് എത്തുമെന്ന് കൃത്യമായി പറയുന്നു. അങ്ങനെയാണെങ്കിൽ കൃത്യമായ ഒരു കരുനീക്കം അത് BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കാം. തീർച്ചയായും അതിനോടൊപ്പം ഡാനി ഈ സഭയുടെ നീക്കം വളരെ പ്രധാനമാണ്. കാരണം ഇന്നലെ സഭാ നേതൃത്വം ഇത്തരത്തിലൊരു പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ സഭയ്ക്കുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില അസ്വാരസ്യങ്ങളുണ്ട്, ചില എതിർസ്വരങ്ങളുണ്ട് എന്ന് വേണം കരുതാൻ. കാരണം നമുക്കറിയാം സഭാ സുതാര്യ സമിതിയൊക്കെ ഇന്നലെ പുറത്തു വന്ന് ഈ പിതാവിന്റെ ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിൽ മറ്റു ചില അജണ്ടകളുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നു. അത്തരം പ്രതികരണങ്ങൾ കൂടുതലായി സഭയ്ക്കുള്ളിൽ ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് പിതാവിന്റെ മാത്രം ആർച്ച് ബിഷപ്പിന്റെ മാത്രം അഭിപ്രായമാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഇതിനെ ലഘൂകരിക്കാനുള്ള ശ്രമം സഭയ്ക്കുള്ളിൽ നടക്കുന്നുണ്ടോ? രഞ്ജിത്തിന്റെ ചോദ്യം ശ്രദ്ധേയം തന്നെയാണ്. കാരണം ഇന്നലെ മുതൽ തന്നെ അത് വളരെ കൃത്യമായ രീതിയിൽ തന്നെ സഭയിൽ വിശ്വാസികളുടെ ഒരു ഭാഗത്ത് നിന്ന് കൃത്യമായ രീതിയിലൊരു ചെറുത്തുനിൽപ്പിൻ്റെ രാഷ്ട്രീയം ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. അതിന് വളരെ എടുത്ത് പറയാവുന്നത് ഇന്നലെ അടക്കം ഉത്തരേന്ത്യയിൽ കൊല്ലപ്പെട്ട മിഷണറി ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ കുടുംബം, അവരുടെ കുടുംബത്തിൻ്റെ കുട്ടികളുടെ എല്ലാം തന്നെ ഫോട്ടോ പ്രൊഫൈൽ പിക്കാക്കിയ ഒത്തിരി പേരുണ്ടായിരുന്നു. അതോടെ FBയിലടക്കം ഫേസ്ബുക്കിലടക്കം സോഷ്യൽ മീഡിയയിൽ ഇതെല്ലാം തന്നെ വളരെ സജീവമായിട്ട് അവർ, കാരണം ഇതൊന്നും മറന്നു പോകേണ്ടതല്ല, ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന രീതിയിൽ തന്നെ പല ഭാഗങ്ങളിലും വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് സംഘടനകളുടെ ഭാഗത്തു നിന്ന് അടക്കമുണ്ടാകുന്നു. ഒപ്പം തന്നെ പല രാഷ്ട്രീയ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഇത്തരം പ്രൊഫൈൽ പിക്സുകൾ വരുന്നു. അങ്ങനെ പല സ്റ്റാൻസ്വാമിയുടെ അടക്കം ചിത്രങ്ങൾ വരുന്നു. ഇതെല്ലാം ഇവിടെ സംഭവിച്ചതാണ്, ഇതെല്ലാം ഈ ഒരു കാലത്ത് തന്നെ സംഭവിച്ചതാണ്, ഇതെല്ലാം ഇവരുടെ കൂടി ചെയ്തികളുടെ ഫലമാണെന്ന് സ്നേഹപൂർവ്വം സഭയെ ഓർമ്മപ്പെടുത്തുന്നു എന്ന രീതിയിൽ തന്നെ പലരുടെയും തന്നെ പല ക്രിസ്ത്യൻ സംഘടനകളുടെ പ്രമുഖ വ്യക്തികളുടെ ഇതെല്ലാം തന്നെ വരുന്നുണ്ട്. അത് ചെറുത്തുനിൽപ്പിൻ്റെ ഒരു അംശം സഭയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്നു. അത് വരുന്ന ഈ സഭ എന്ത് ചുവട് വെച്ച് ഇനി അടുത്തത് എന്ത് എന്ന രീതിയിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി സഭയ്ക്ക് വിശ്വാസ സമൂഹങ്ങൾക്കകത്ത് അങ്ങനെയൊരു നിലപാടിൻ്റെ തറ രൂപപ്പെട്ടാൽ അത് അത്ഭുതപ്പെടാനില്ല. അത് പരസ്യ നിലപാടായിട്ട് തന്നെ വന്നേക്കാം. കർദിനാളിനെയും വിമർശന വിധേയമാക്കി തന്നെയാണ് സംസാരിക്കപ്പെടുകയും ചെയ്യുന്നത്. പലരുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകളും അതോടൊപ്പം തന്നെ അവരുടെ പ്രതികരണങ്ങളും എല്ലാം അത് തന്നെയാണ്. അതുകൊണ്ട് ഇത് ഒരു എളുപ്പമുള്ളൊരു പ്രക്രിയയിലേക്കല്ല BJP കടക്കുന്നത്. BJPയെ സഭയ്ക്കകത്തേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കൈകൊടുക്കുക എന്നതും അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല ക്രൈസ്തവ സഭകൾക്ക്, പ്രത്യേകിച്ച് കേരളത്തിൽ. അതിൻ്റെ ഒരു പ്രതികരണങ്ങളടക്കം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. രഞ്ജിത്ത, അതുതന്നെയാണ് പ്രധാനപ്പെട്ട വിവരം. ഡാനി ഇപ്പോൾ ശരി, ഡാനിയാണ് വിവരം കൃത്യമായി നൽകിയത്. ഡാനിയിലേക്ക് വരണം, മറ്റ് ഒരുപാട് വാർത്തകൾ അറിയാനുണ്ട് കൊച്ചിയിൽ. അപ്പോൾ ഡാനി തുടരുക, ഞങ്ങൾ ഡാനിയിലേക്ക് തന്നെ തിരികെ എത്തും. നമുക്ക് വീണ്ടും തിരുവനന്തപുരത്തേക്ക് നന്ദൻ തയ്യാറാണ്. നന്ദൻ അവിടെയുണ്ട്. നന്ദൻ, BJPയുടെ പൊളിറ്റിക്കൽ മൂവ് അത് വളരെ ശ്രദ്ധേയമാണ് തലസ്ഥാനത്ത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ ബിൽഡിംഗ് ടാക്സ് ഹൈക്കുമായി ബന്ധപ്പെട്ട്, കെട്ടിട നികുതി വർധനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംഭവിക്കാനിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. ഒപ്പം KSRTCയിൽ അതിന്റെ നിരവധിയായ പ്രതിസന്ധികളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ യോഗമടക്കം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അത്തരം വാർത്തകളുടെ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ?
രഞ്ജിത്ത്, എന്നാലും ഇന്നു മുതൽ മറ്റൊരു കാര്യം കൂടി പ്രാബല്യത്തിൽ വരികയാണ് സംസ്ഥാനത്ത്. ഇനി മുതൽ വീടുകൾ നിർമ്മിക്കുമ്പോൾ അതിന് ചിലവേറുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. നേരത്തെ സെസ്സുകൾ പെട്രോളിന് ഡീസലിന് അടക്കം സെസ്സുകൾ കൂട്ടിയിരുന്നു. അതിനുശേഷം ഈ നിർമ്മാണ സാമഗ്രികൾക്കൊക്കെ തന്നെ വില കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മദ്യവില വർദ്ധിക്കുന്നു, ഭൂമിയുടെ ന്യായവില വർദ്ധിക്കുന്നു. അങ്ങനെ ഉപ്പിനും മുളകിനും ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ചിലവേറുന്ന ഈ ഒരു സംസ്ഥാനത്ത് ഇനി മുതൽ വീട് വയ്ക്കുന്നെങ്കിലും ഒരു ഭവനം സ്വപ്നം കാണുന്നവർക്കും ഇപ്പോൾ ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ്. അപേക്ഷാ ഫീസ് മുതൽ പെർമിറ്റ് ഫീസ് വരെയും ഇപ്പോൾ വില കൂടിയിരിക്കുന്നു. വൻകിട കെട്ടിടങ്ങൾക്കുള്ള ലേ ഔട്ട് അംഗീകാരത്തിനുള്ള സ്ക്രൂട്ടണി ഫീസും ഇപ്പോൾ കൂട്ടിയിരിക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. ഇന്നു മുതൽ അത് പ്രാബല്യത്തിൽ വരികയാണ്. 3 തട്ടുകളായിട്ടാണ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നീ 3 സ്ലാബുകളായിട്ടാണ് ഇപ്പോൾ വർധനവ് നിലവിൽ വന്നിരിക്കുന്നത്. അപേക്ഷാ ഫീസ് നേരത്തെ 30 രൂപയായിരുന്നത് ഇപ്പോൾ 300 മുതൽ ഏകദേശം 5000 രൂപയിലേക്ക് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ ഇരുട്ടടി അത് പെർമിറ്റ് ഫീസിൽ തന്നെയാണ്. കാരണം 525 രൂപയിൽ നിന്ന് 7500 രൂപയാണ് ഇപ്പോൾ പഞ്ചായത്തുകളിൽ ചെറിയ വീടുകൾക്ക് നൽകേണ്ടി വരിക. അതോടൊപ്പം തന്നെ 1750 രൂപയിൽ നിന്ന്, അതായത് വലിയ വീടുകൾക്ക് 1750 രൂപയിൽ നിന്ന് 25000 രൂപയായി ഇപ്പോൾ കൂട്ടിയിരിക്കുകയാണ്. നഗരമേഖലയിൽ ചെറിയ വീടുകൾക്ക് 750 രൂപയിൽ നിന്ന് 15000 രൂപയായും ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വലിയ വീടുകൾക്ക് നഗരമേഖലയിൽ 2500 രൂപയിൽ നിന്ന് 37500 രൂപയായും ഇപ്പോൾ കൂട്ടിയിരിക്കുകയാണ്. അതുമാത്രമല്ല, കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഇത് സംബന്ധിച്ച് ഭേദഗതി വരുത്താനും ഇപ്പോൾ സംസ്ഥാനം തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൂടാതെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സർക്കാർ ഇപ്പോൾ സൂചിപ്പിക്കുന്ന ഒരു ന്യായീകരണം അല്ലെങ്കിൽ ഒരു വിശദീകരണം എന്നത് ഇത്തരത്തിൽ കൂട്ടുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിങ്ങൾ നോക്കൂ, അവിടെ വലിയ വില കൂടുതലില്ല, അവിടെ വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ അവരെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലവിലുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ വലിയ തോതിലുള്ള വർധനവ് ഉണ്ടാവുമ്പോൾ കേരളത്തിൽ അത്രത്തോളം വർധനവില്ല എന്നൊരു ന്യായീകരണമാണ് ഇപ്പോൾ സംസ്ഥാന മന്ത്രി അടക്കം അല്ലെങ്കിൽ MP രാജേഷ് അടക്കമുള്ള മന്ത്രിമാർ ഇപ്പോൾ നൽകുന്ന ഒരു വിശദീകരണം. എന്തായാലും വലിയ തോതിലുള്ള ചെലവേറുന്ന ഒരു രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നുണ്ട്. മറ്റൊരു രഞ്ജിത്തിന്റെ ചോദ്യം വന്നത് KSRTCയിലെ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടാണ്. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ വാഹനം പൊളിക്കൽ നയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ഒരു മന്ത്രിതല യോഗം ചേരുന്നത്. ഇത്തരത്തിൽ 15 വർഷം കഴിഞ്ഞ ഈ ഒരു വാഹനങ്ങൾ KSRTCയിൽ അടക്കമുള്ള പൊതുഗതാഗതത്തിലുള്ള വാഹനങ്ങൾ അടക്കം പൊളിക്കണമെന്നൊരു നിർദ്ദേശം ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. അത്തരത്തിൽ വാഹനങ്ങൾ പൊളിക്കുമ്പോൾ അതിന് ഇളവ് നൽകണമെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പൊളിക്കുന്ന വാഹനങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നൊരു ആവശ്യം ഇപ്പോൾ കേരളം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അതിനൊരു അന്തിമ തീരുമാനം ഇന്ന് മന്ത്രിതല യോഗത്തിൽ തീരുമാനിക്കുകയും ചെയ്യും. ട്രാൻസ്പോർട്ട് മന്ത്രി ആന്റണി രാജുവും ഗതാഗത കമ്മീഷണറും KSRTC MDയും ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. എന്തായാലും ഈ ഒരു യോഗത്തിൽ കൃത്യമായ ഒരു അന്തിമ തീരുമാനമെടുക്കും. നിലവിൽ 1652 KSRTC ബസ്സുകളാണ് 15 വർഷം കഴിഞ്ഞതും ഇപ്പോൾ ഓടുന്നതുമായിട്ട് നിലവിലുള്ളത്. ഇതിൽ 1000 ബസ്സുകളെങ്കിലും സർവീസ് നടത്തണം, അല്ലെങ്കിൽ ഒരു 500 ബസ്സെങ്കിലും ഇതിൽ സർവീസ് നടത്തിയില്ല എങ്കിൽ യാത്രാ ക്ലേശം രൂക്ഷമാകുമെന്നൊരു വിലയിരുത്തലാണ് ഇപ്പോൾ KSRTCയും അതോടൊപ്പം തന്നെ സർക്കാരുമുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഒരു യാത്രാ ക്ലേശം പരിഹരിക്കണമെങ്കിൽ KSRTC വിഷയത്തിൽ മന്ത്രി യോഗം വിളിച്ചിരിക്കുന്നു. അപ്പം ബിൽഡിംഗ് ടാക്സ് ഇന്ന് സംസ്ഥാനത്ത് നിലവിൽ വരുന്നു എന്ന് അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാനുണ്ട്. മറ്റൊന്ന് തിരക്കാണ്. നമുക്കിനി കൊച്ചിയിലേക്ക് ഒരിക്കൽ കൂടി പോകണം. ഡാനി അവിടെ തുടരുന്നുണ്ട് ഭവ്യ. അതായത് കൊച്ചിയിൽ ബ്രഹ്മപുരം വിഷയം ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുകയാണ്. വാർത്തകളിലേക്ക് എത്തുന്നു. അതായത് ഇന്ന് ഈ നഗരസഭയിൽ ഒരു അവിശ്വാസ പ്രമേയം വരുന്നു. മേയർക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയമുണ്ട്. ആ വിഷയത്തിൽ ഒരു ചർച്ച ഉണ്ടായേക്കാം. ഇത് ഒപ്പം BJP നേതാവ് കേരളത്തിന്റെ കൂടെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കർ അവിടെ എത്തുന്നു, സന്ദർശനം നടത്തുന്നു. BJPയും ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ വലിയ തോതിൽ കൊണ്ടുവന്നേക്കാം. ഡാനി, ഇത് ഈ അവിശ്വാസ പ്രമേയം എന്ന് പറഞ്ഞത് നമുക്കറിയാം ചെറിയ ഭൂരിപക്ഷത്തിലാണ് കൊച്ചി നഗരസഭയിൽ LDFന് ഭരണമുള്ളത്. അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത് ഏതെങ്കിലും തരത്തിൽ മറ്റ് പ്രശ്നങ്ങളിലേക്കൊന്നും മറ്റു തരത്തിൽ ഭരണത്തെ ബാധിക്കുന്ന തരത്തിലേക്കൊന്നും പോയില്ലല്ലോ അല്ലേ? നഗരസഭയിൽ വീണ്ടും നമുക്ക് വലിയ രംഗങ്ങൾ പ്രതീക്ഷിക്കാം അല്ലേ? രഞ്ജിത, 74-അംഗ ഭരണസമിതി ഇതിൽ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ LDF ഒരു സേഫ് സോണിലേക്ക് തന്നെ ആണ് നിലവിൽ നിൽക്കുന്നത്. അതുകൊണ്ട് അവിശ്വാസം ഈ ഭരണത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യമായൊരു പ്രശ്നത്തിലേക്ക് വരുന്നില്ല. കാരണം 30 സീറ്റുകളോളമാണ് UDFനുള്ളത്. 30 സീറ്റുകളാണ് UDFനുള്ളത്, 5 സീറ്റുകൾ BJPക്കുണ്ട്, 39 LDFന് അനുകൂലമായിട്ടുള്ളത്. LDF എന്ന് പറയുന്നത് ഇതിൽ 4 പേരുടെ ഒരു പിന്തുണ, സ്വതന്ത്രരുടെ പിന്തുണയാണ് ഇടതുമുന്നണിക്ക് ഉള്ളത്.
അത്തരം ഒരു സാഹചര്യം നിലവിലുണ്ട്. പക്ഷേ ഇന്ന് CPM നൽകിയിരിക്കുന്ന ഒരു വിപ്പ്, അവരുടെ അംഗങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിപ്പ് ഈ ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നാണ്. ഇതിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കോറം തികയാത്ത അടക്കമുള്ള വിഷയങ്ങളുണ്ടാകും. ഒരു ചർച്ചയിലേക്ക് പോകുക, പിന്നീട് അത് വോട്ടിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഈ 4 സ്വതന്ത്രരിൽ വലിയ അമിത വിശ്വാസം നിലവിലെ സാഹചര്യത്തിൽ CPM-ന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് ഇല്ല എന്നതാണ് നിലവിലത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചർച്ചകളിലേക്ക് പോകാതെ തന്നെ, കോറം തികയാതെ തന്നെ ഇത് പിരിച്ചുവിടുന്നൊരവസ്ഥയിലേക്ക് പോകുന്നത്. എന്തായാലും CPM-ന് ഇന്ന് ഇതുകൊണ്ട് ഇടതുമുന്നണിക്ക് ഈ അവിശ്വാസം കൊണ്ട് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകില്ല എന്നത് തന്നെയാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ പ്രമേയമായിട്ട്, ഒരു രാഷ്ട്രീയ നീക്കമായിട്ട് ഇത് UDF അവതരിപ്പിക്കുന്നു. അതിന് സ്വാഭാവികമായൊരു പിന്തുണ BJP-യുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം പ്രതിപക്ഷം എന്ന രീതിയിൽ തന്നെ ഒറ്റക്കെട്ടായി സമരരംഗത്തേക്ക് ഈ ബ്രഹ്മപുരം വിഷയത്തിൽ ഇറങ്ങിയതാണ്. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ വിഷയമായി ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രതിപക്ഷം വിജയിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള BJP-യുടെ സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ ഇന്ന് ബ്രഹ്മപുരം സന്ദർശിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കേണ്ട വാർത്താ സമ്മേളനമുണ്ട്. BJP-യും ഇത് രാഷ്ട്രീയ വിഷയമായിട്ട് തന്നെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഉയർത്തുന്നുണ്ട്. ഈ സംഘർഷം ഇതുപോലെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും, യാതൊരു മാറ്റവുമില്ല. ഇന്ന് അവിശ്വാസ പ്രമേയം ഇത് അവതരിപ്പിക്കപ്പെടാതെ പോകാൻ തന്നെയാണ് സാധ്യത. കോറം തികയാതെ കൗൺസിൽ പിരിച്ചുവിടാൻ തന്നെയാണ് സാധ്യത. രഞ്ജിത്ത്. ശരി, ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. നമ്മള് പ്രഭാത കേരളം ഇപ്പോൾ ഉള്ളത് ശംഖുമുഖം കടപ്പുറത്താണ് അല്ലെ? ശംഖുമുഖത്ത് മനോഹരമായ നിരവധി കാഴ്ചകളുണ്ട്. ചെറിയ രീതിയിൽ വെയിലൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. വെയിൽ ചെറുതാണെങ്കിലും ചൂടിനൊട്ടും നന്നായിട്ട് നമ്മൾ രണ്ടുപേരും വേർക്കുന്നുണ്ട്. എന്നാൽ ഈ സമയം 8 മണിക്ക് മുൻപ് തന്നെ 7:40 ആയിട്ടേ ഉള്ളൂ. ഇപ്പോൾ തന്നെ വലിയ ചൂട് ഈ പ്രദേശത്തുണ്ട്. ഒപ്പം മത്സ്യത്തൊഴിലാളികളൊക്കെ തങ്ങളുടെ ജോലികളിൽ വ്യാപൃതരാണ്. ബോട്ടുകളൊക്കെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കടലിലും ഒരുപാട് ബോട്ടുകൾ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് രാവിലെ തന്നെ കടലമ്മ നല്ല ക്ഷുഭിതയാണ്, നല്ല രീതിയിൽ തിരമാല ഒക്കെ അടിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇങ്ങനെ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് ഒരുപാട് വാർത്തകളും വിശേഷങ്ങളുമായി തന്നെ വരും. ഒരുപാട് അതിഥികളുണ്ട്, അതോടൊപ്പം തന്നെ പത്രവിശേഷങ്ങളുണ്ട്, ഒക്കെ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിക്കാനുണ്ട്. പ്രേക്ഷകരെങ്കും പോയേക്കരുത്, ഞങ്ങൾ വളരെ വേഗം തിരികെ എത്തും ഇടവേളയ്ക്ക് ശേഷം. അങ്ങനെ പ്രഭാത കേരളം ശംഖുമുഖത്ത് നിന്ന് ഇങ്ങനെ തുടരുകയാണ്. ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി പ്രഭാത കേരളം ഇങ്ങനെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. രഞ്ജിത്ത്, ഇപ്പം നമ്മുടെ ഈ രാവിലെ തന്നെ TV കാണാൻ സാധിക്കാതെ നമ്മുടെ പ്രേക്ഷകർ കുറെ പേര് യൂട്യൂബിൽ നമ്മുടെ പ്രഭാത കേരളം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് കമന്റുകളൊക്കെ വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടമായി മനോജ് മേനോൻ എന്ന ചേട്ടൻ പറയുന്നുണ്ട്, ചാനൽ ഒരുപാട് മുന്നേറുന്നുണ്ട്, നന്നായി വരുന്നുണ്ട്, ചാനൽ അടിപൊളിയാവുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അഭിനന്ദനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ന്യൂസ് 18. ഒരുപാട് പ്രതികരണങ്ങളുണ്ട്. ഒരുപാടുണ്ട്. അതിന് ഏറ്റവും പ്രധാനമായി ഈ അരിക്കൊമ്പനെ തിരിച്ച് പാലക്കാട്ടേക്ക് വിടരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട്. പിന്നെ ക്ഷേമ പെൻഷൻ വീട്ടിലെത്തിച്ച് കൊടുക്കുന്ന ഏജന്റുമാർക്ക് ഇൻസെന്റീവ് കിട്ടിയിട്ട് 1.5 വർഷമായി രവീന്ദ്രൻ ചേട്ടനൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഒരുപാട് ആളുകളുടെ ആകുലതകളൊക്കെ നമ്മളുമായി പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുമായിരിക്കും അല്ലെ? നമ്മളിപ്പോൾ ഉള്ളത് ഈ കൽമണ്ഡപം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരുപാട് സീരിയലുകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇവിടെ. ഈ കൽമണ്ഡപത്തിന് അതിൻ്റെതായ ഒരു മനോഹാരിതയുണ്ട്. രാജഭരണകാലത്ത് നിർമ്മിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കൺസ്ട്രക്ഷൻ കൂടിയാണിത്. ഇത് ഈ നമ്മുടെ ഈ ശംഖുമുഖത്ത് വരുന്ന സഞ്ചാരികൾക്ക് ഒരുപാട് ആകർഷിക്കുകയും ഇവിടെ സമയം ചിലവഴിക്കാനും ഒക്കെ സാധിക്കുന്ന, ഏറ്റവും എളുപ്പമായി പറഞ്ഞാൽ അധികം വെയിൽ കൊള്ളാതെ സുഖമായിട്ട് ഇരിക്കാൻ സാധിക്കുന്നത്. നമുക്കിനിയും വാർത്തകളിലേക്ക് ഒന്നുകൂടി ഒന്ന് പോകണം ഭവ്യ. അപ്പം ഇരട്ടപ്പാത നിർമ്മാണത്തിന് പിന്നാലെ വഴി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കോട്ടയം നമ്പേലിക്കുന്നിലെ നിവാസികൾ. ടാങ്കറുകളിൽ കുടിവെള്ളമടക്കം കൊണ്ടുവരുന്ന വഴിയാണ് ഇപ്പോൾ റെയിൽവേ കെട്ടിയടച്ചത്. 40ഓളം കുടുംബങ്ങൾ ഇതോടെ ദുരിതത്തിലായി എന്നുള്ളതാണ് പ്രധാനത. കോട്ടയം നാട്ടകം ഗസ്റ്റ് ഹൌസിന് സമീപം കൊച്ചാപ്പള്ളി നമ്പേലിക്കുന്ന് നിവാസികൾക്കാണ് പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി വഴിയില്ലാതായത്. ആകെ ഉണ്ടായിരുന്ന വഴി പൂർണ്ണമായും ഇല്ലാതായി. പകരം തുറന്നു നൽകാമെന്ന് പറഞ്ഞ വഴി ഇരുമ്പുകുറ്റി നാട്ടി അടച്ചു.
റെയിൽവേ അധികൃതർ വന്നേച്ച് നമ്മൾക്ക് ഇങ്ങോട്ട് കടന്നു പോരുന്ന വഴി അവിടെ വെച്ചുള്ളത് ക്ലോസ് ചെയ്തു. അപ്പം ഞങ്ങൾ അവരോട് പറഞ്ഞു അതിങ്ങനെ ചെയ്യരുത്, ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല, കുടിവെള്ളം വാങ്ങിക്കാൻ പോലും ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്ത വ്യക്തികളാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളിപ്പോൾ തന്നെ ഒരു മെമ്മോറാണ്ടം എന്തെങ്കിലും പാസ്സാക്കി ഞങ്ങൾക്ക് തരുവാണേ ഇന്ന് തന്നെ ഊരി തരാമെന്ന് പറഞ്ഞു. ശരി അങ്ങനെ ചെയ്യാമെന്നും പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം പ്രമേയം പാസ്സാക്കുകയൊക്കെ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇതുവരെയായിട്ടും ഞങ്ങൾക്ക് ഈ വഴി ഒന്ന് തുറന്നു തരുന്നതിനായിട്ടുള്ള നിയമ നടപടികൾ ഒന്നും തന്നെ നമ്മുടെ ഭാഗത്തേക്ക് അറിയിച്ചിട്ടില്ല. ഗതാഗതം മാത്രമല്ല ഇവരുടെ കുടിവെള്ളവും മുട്ടിയിരിക്കുകയാണ്. ജലക്ഷാമമുള്ള പ്രദേശമായതിനാൽ ടാങ്കറുകളിലാണ് ഇവിടേക്ക് വെള്ളം കൊണ്ടുവന്നിരുന്നത്. വഴിയില്ലാതായതോടെ കുടിവെള്ളം തലച്ചുമടായി കൊണ്ടുവരേണ്ട അവസ്ഥയാണ്. നേരത്തെ വെള്ളത്തിനൊക്കെ ആയിട്ടാണേലും വണ്ടി ഞങ്ങൾക്ക് ഇവിടെ താഴെ വന്നുകൊണ്ടിരുന്നതായിരുന്നു. ആ ടൈമിലാണ് ഒരു ആംബുലൻസിൻ്റെ വിഷയം പറഞ്ഞ് റെയിൽവേക്കാർ വന്ന് ഞങ്ങളുടെ റോഡ് അടയ്ക്കുകയും ഇങ്ങോട്ടുള്ള വഴി ഞങ്ങൾക്ക് തടസ്സപ്പെടുകയും ചെയ്തു. ഇപ്പം ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു ആശുപത്രി പോകണമെങ്കിൽ പോലും ഇവിടെ 2 റെയിൽവേ ട്രാക്കുണ്ട്. 2 റെയിൽവേ ട്രാക്കും കഴിഞ്ഞ് ആ ട്രാക്കിലൂടെ ഞങ്ങൾക്ക് കയറിപ്പോയാൽ മാത്രമേ പെട്ടെന്നൊരു ആശുപത്രി കേസ് കേട്ട് വന്നാൽ പോലും പോകാൻ പറ്റത്തുള്ളൂ. ആശുപത്രി ആവശ്യങ്ങൾ വേണ്ടി വന്നാലും ഇവർക്ക് ദുരിതമാണ്. വഴി വേണമെന്ന നിവേദനം വഴി റെയിൽവേയോട് ആവശ്യപ്പെട്ടെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ന്യൂസ് 18 കോട്ടയം. മറ്റൊരു പ്രധാന ഒരു റംസാൻ സ്പെഷ്യൽ ഒരു വാർത്ത കൂടിയുണ്ട്. റംസാൻ സ്പെഷ്യൽ സർബത്ത്, അത് ആത്മാവെ പോ ആസ്വദിക്കുവാനും കുടിക്കുവാനും തൊടുപുഴയിൽ തിരക്കേറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു രസകരമായ കൗതുകകരമായ ഒരു വാർത്ത. അത് ഈ തൊടുപുഴയിൽ നോമ്പുകാലത്തോടനുബന്ധിച്ച് വൈകുന്നേരങ്ങളിൽ മാത്രം സജീവമാകുന്ന ഒന്നാണിത്. ഇത് കുടിക്കാനായി ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഒരുപാട് പേർ വരുന്നു. നേരത്തെ ചട്ടി ഫലുഡ രംഗത്ത് ഇറക്കി പേരുകേട്ട വാഫി ഹബ്ബാണ് ഒരു കോഴിക്കോടൻ താരത്തെ തൊടുപുഴയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതവിടെ ഇപ്പോൾ ഹിറ്റാവുകയും ചെയ്തു. ആത്മാവേ പോ, പേരിൽ എന്തിരിക്കുന്നുവെന്ന് ഓർക്കുന്നവർ ഇത് രുചിച്ചു തന്നെ അറിയണം. കുലുക്കിയും സർബത്തും ചട്ടിയും പുകയും എല്ലാം കൂടി ആകെ ആത്മാവേ പോ കാഴ്ച തന്നെ. നോമ്പുകാലത്ത് വൈകിട്ട് തൊടുപുഴയിൽ ഇത് ആസ്വദിക്കാനും പേരുകേട്ട് കാണാനുമായി എത്തുന്നവർ നിരവധിയാണ്. ഒറ്റത്തവണ കുടിച്ചാൽ വീണ്ടും ഇവിടെ എത്താൻ തോന്നുന്ന മാന്ത്രിക വിദ്യയുണ്ട് ഈ സർബത്തിൽ. ഇത് ആത്മാവേ പോ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഒരു ഐറ്റമാണ്. ഇത് നിലവിൽ നമ്മൾ കോഴിക്കോട് മലപ്പുറം ഭാഗത്തേക്കായിരുന്നു കണ്ടുവരുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ കണ്ടിട്ടുണ്ട്. ഒരു വെറൈറ്റിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറുനാരങ്ങയും കസ്കസും മിശ്രിതമായുള്ള സർബത്തിൽ മേമ്പടിയായി പച്ചമുളകും സ്പെഷ്യൽ രഹസ്യക്കൂട്ടും ചേർക്കും. ഐസ് ക്യൂബിലിട്ട് പലതവണ കുലുക്കി ഗ്ലാസിൽ പകർന്നു തരുന്ന സർബത്ത് പിന്നീട് ആത്മാവേ പോ. ഏതായാലും കോഴിക്കോടൻ ആത്മാവേ പോ തൊടുപുഴയിൽ വലിയ ഹിറ്റാണ്. ഈ രോമാഞ്ചം സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് ഈ ആത്മാവേ പോ എന്നുള്ളൊരു പാട്ട് വളരെ ഹിറ്റായിരുന്നു. അത് ആ പാട്ട് ഇപ്പം തമാശക്ക് ഫ്രണ്ട്സ് ഒക്കെ പരസ്പരം പറയും ആത്മാവേ പോ എന്നൊക്കെ. അത് ഭയങ്കര ഹിറ്റായിരുന്നു. ഇപ്പൊ എന്തായാലും അത് അങ്ങ് കോഴിക്കോടൻ രുചികളിലും കയറി ഹിറ്റായിരിക്കുകയാണ്. ഓരോ സമയത്തും ഓരോ വ്യത്യസ്ത പേരുകളിലൂടെ ഇത്തരം കാര്യങ്ങൾ ഹിറ്റാക്കുന്നു. ഈ പല ആളുകളും ഇത് കുടിക്കാനും ആസ്വദിക്കാനും മാത്രം വണ്ടി പിടിച്ച് അവിടെ ചെല്ലുന്നു. അങ്ങനെ കുലുക്കി സർബത്തൊക്കെ ഒരു സമയത്ത് ഇതുപോലെ ഭയങ്കര ട്രെൻഡായിരുന്നു. അത് നമുക്ക് പിന്നെ പല സ്ഥലങ്ങളിലും കുലുക്കി സർബത്ത്, പിന്നെ ഈ കോഴിക്കോടൻ ജ്യൂസുകൾ, അതുപോലെ തന്നെ പല പല കാര്യങ്ങൾ പല സ്ഥലങ്ങളിൽ ഈ പ്രത്യേക പേരുകളോടുകൂടി ഓരോ സമയത്ത് ട്രെൻഡുകളാകും. പക്ഷെ അങ്ങനെയെല്ലാം ഏകദേശം ഒന്ന് തന്നെയായിരിക്കും, പേരുകൾ മാത്രമായിരിക്കും വ്യത്യാസം അല്ലേ. ഈ രഞ്ജിത്ത് നന്നായി യാത്ര ചെയ്യുന്ന ആളാണ്. ഈ യാത്രകളിലൊക്കെ ഈ ഭക്ഷണങ്ങളോട് പ്രിയമുണ്ടോ? ഭക്ഷണപ്രിയനാണ്. തീർച്ചയായിട്ടും. നമ്മൾ ഓരോ സ്ഥലത്തും പ്രത്യേകിച്ച് നമ്മൾ ഈ നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങൾ തേടി ഞങ്ങൾ പോകാറുണ്ട്. പലപ്പോഴും ഞങ്ങൾ കുടുംബമായിട്ട് തന്നെ ഞങ്ങൾ പലപ്പോഴും പോകാറുണ്ട്. അത് അവിടെ ചെന്ന് ആസ്വദിക്കാറുണ്ട്. അത് നമ്മൾ ചെല്ലുമ്പോൾ ഈ വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ ഈ ഓൺലൈനിലോ കണ്ടിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് വലിയ പ്രതീക്ഷയോട് ചെന്ന് നിരാശരായി മടങ്ങി വരുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട്. പക്ഷേ കോഴിക്കോട് അങ്ങനെയല്ല. കോഴിക്കോട് എന്റെ നാടായതുകൊണ്ട് പുകഴ്ത്തി പറയുന്നില്ല, ഭക്ഷണങ്ങളുടെ നാടാണല്ലോ. കോഴിക്കോട് ഞാൻ പോയിട്ടുണ്ട്. കോഴിക്കോട് അവിടുത്തെ പ്രധാന ഹോട്ടലിലൊക്കെ വലിയ വൈകുന്നേരം ഈ പഴയ ഭക്ഷണപ്രിയർ കൂടിയാണ് കോഴിക്കോട്. അപ്പോൾ അങ്ങനെ വലിയ ക്യൂ, നമ്മൾ അവിടെ ക്യൂ നിന്ന് ടോക്കൺ എടുത്ത് ഭക്ഷണം കഴിക്കേണ്ട പല നല്ല ഹോട്ടലുകളിലും അങ്ങനെ സാഹചര്യം കോഴിക്കോടുണ്ട്. വ്യത്യസ്തമായ രുചി വിഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം കൂടെ നമുക്ക് ദിവസങ്ങളെടുത്ത് ആസ്വദിക്കണം. അല്ലെ വളരെ പെട്ടെന്ന് ഈ പറഞ്ഞ കോഴിക്കോടൻ ഭക്ഷണത്തിലും ഒക്കെ ഒരുപാട് ഈ പറഞ്ഞതുപോലെ നമുക്ക് ആസ്വദിക്കാനുള്ളൊരു സമയം വേണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് വാർത്തകൾ പ്രേക്ഷകർക്കായി നമുക്ക് നൽകാനുണ്ട്.
എന്തായാലും റംസാൻ സ്പെഷ്യൽ വാർത്തകൾ നമുക്ക് തന്നു. അതിനുശേഷം എന്തായാലും പ്രേക്ഷകരൊക്കെ ആകെപ്പാടെ നല്ല തിരക്കിലാണ്. കാരണം ഒരു ഈസ്റ്റർ അവധിയൊക്കെ കഴിഞ്ഞൊരു ഞായറാഴ്ച ഇന്ന് മുതൽ വർക്കിംഗ് ഡേ ആണ്. അതെ, 3-4 ദിവസത്തെ ഒരു അവധിയൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ആളുകൾ ജോലി സ്ഥലങ്ങളിലേക്കൊക്കെ മടങ്ങി പോകുന്ന ഒരു ദിവസം കൂടിയാണ്. വീടുകളിലൊക്കെ അതിന്റെ തിരക്കും ഒരു പക്ഷേ ഉണ്ടായേക്കാം അല്ലേ? അതെ. നമുക്കിനിയും ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ഒക്കെ പ്രേക്ഷകരിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രേക്ഷകരോട് പറയാനുണ്ട്. ശരി, നമുക്കൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ കുറ്റകൃത്യങ്ങൾക്ക് പോലീസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. തുമ്പുണ്ടാക്കുന്നതിൽ മാത്രമല്ല ദുരന്ത ഭൂമിയിലെ രക്ഷാപ്രവർത്തനത്തിലും ഹീറോകളാണ് കേരള പോലീസിന്റെ ശ്വാനസേന. അത് നമ്മൾ ഒരുപാട് ഈ പ്രളയ ദുരന്തത്തിലൊക്കെ നേരിട്ട് കണ്ട് അനുഭവിച്ചതാണ് അല്ലേ? കൊച്ചിയിൽ നടന്ന പ്രദർശനത്തിൽ ശ്വാന സുന്ദരന്മാർക്കൊപ്പം സുന്ദരികളും അടവുകൾ ഓരോന്നായി പുറത്തെടുത്തു. ബെൽജിയൻ മലിനോയിസ് ലാബ്രോഡർ ബീഗൾ ഇനത്തിൽപ്പെട്ട 9 ശ്വാനരാണ് അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുത്തത്. ബെൽജിയൻ മലിനോയിസ് ലാബ്രഡോർ ബീഗിൾ ഇനങ്ങളിൽപ്പെട്ട 9 ശ്വാനരാണ് അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുത്തത്. എക്സ്പ്ലോസീവ്, നാർക്കോട്ടിക്, കെഡാവർ, ട്രാക്കർ, ആൽക്കഹോളിക് എന്നിങ്ങനെ നായകളുടെ കഴിവുകളനുസരിച്ച് തരംതിരിച്ച 6 വിഭാഗങ്ങളാണ് ശ്വാനസേനയിലുള്ളത്. പെട്ടിമുടിയിലെ ദുരന്തഭൂമിയിൽ മണ്ണിടിയിൽപ്പെട്ടവരെ കണ്ടെത്തിയ മിന്നും താരം മായയാണ് കെഡാവർ പ്രകടനങ്ങളെ നയിച്ചത്. സുരേഷ്, അസിസ്റ്റന്റ് കമാൻഡന്റ്, സ്റ്റേറ്റ് ലെവൽ കെരൻ സ്ക്വാഡ് ഇൻചാർജ്, ഈ പ്രോഗ്രാമിൽ അഭിസംബോധന ചെയ്യുന്നു. സല്യൂട്ട് ചെയ്ത് വിഐപിയെ സ്വീകരിക്കുകയാണ്. ലഹരി വസ്തുക്കൾ കണ്ടെത്തുന്നതിൽ വിദഗ്ധയാണ് നാർക്കോട്ടിക് വിഭാഗത്തിലെ പരിശീലനം ലഭിച്ച ആലപ്പുഴയുടെ സ്വന്തം ലിസി. പ്രദർശന ദൗത്യത്തിലും ലിസിക്ക് പിഴച്ചില്ല. നിങ്ങളെ എല്ലാവരെയും തന്നെ കാണിച്ചുകൊണ്ട് ലഗേജിനകത്ത് വെക്കുകയാണ്. ആലപ്പുഴയുടെ സുന്ദരിക്കുട്ടി ലിസി നിഷ്പ്രയാസം തനിക്കൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സാസു എത്രയും പെട്ടെന്ന് തന്നെ ലഗേജ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. മനുഷ്യനേക്കാൾ 45 മടങ്ങ് ഘ്രാണശേഷിയാണ് നായകൾക്ക്. ഈ കഴിവ് ഉപയോഗിച്ച് കുറ്റവാളികളെ മണത്ത് കണ്ടുപിടിക്കുന്നതിൽ മിടുക്കിയാണ് സോന. സോനയ്ക്ക് യാതൊരു സംശയവുമില്ല, മൈന്യൂട്ടായ സ്മെല്ല് പോലും കണ്ടുപിടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കൂട്ടത്തിലെ ഏക പുരുഷ സാന്നിധ്യമായ അർജുൻ എക്സ്പ്ലോസീവ് സ്വഭാവമുള്ള വസ്തുക്കൾ കണ്ടെത്തുന്നതിൽ പുലിയാണ്. കൂട്ടത്തിലെ കുഞ്ഞിനായ ബീഗിൾ ഇനത്തിൽപ്പെട്ട ടെഡി മോശക്കാരനല്ല. വളരെ കൃത്യമായി ഓരോ ആൾക്കാരെയും ചെക്ക് ചെയ്ത് ടെഡി തന്റെ ലക്ഷ്യത്തിലെത്തിയിരിക്കുകയാണ്. ആനിയും ബെറ്റിയും ജിത്തുവും ജാമയും തീവളയങ്ങൾക്ക് നടുവിലൂടെ ചാടി കാണികളെ അമ്പരപ്പിച്ചു. കുറ്റകൃത്യം നടക്കുന്ന സ്ഥലങ്ങളിൽ ഉത്തരവാദിത്വബോധത്തോടെ എങ്ങനെ പെരുമാറണമെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതും പ്രകടനങ്ങളുടെ ലക്ഷ്യമാണ്. സർക്കാരിന്റെ 2ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ പ്രദർശനത്തിൽ 1ാം സ്ഥാനത്തെത്തിയതും പോലീസ് സേന തന്നെയാണ്. ന്യൂസ് 18 കൊച്ചി. നമുക്ക് പ്രഭാത കേരളത്തിലേക്ക് വളരെ വേഗം തിരികെ എത്താം. ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് കിരൺ ബാബു പത്രവിശേഷവുമായി. പ്രഭാത കേരളം തുടരുന്നു. നമ്മളിപ്പോൾ ശംഖുമുഖം കടപ്പുറത്താണുള്ളത്. ശംഖുമുഖത്ത് ഇപ്പോൾ നല്ല വെയിലാണ് അല്ലെ ഭവ്യ? നമ്മൾ ഈ വെയിലത്ത് നിന്നാണ്
പ്രേക്ഷകർക്കായി പ്രഭാത കേരളത്തിലൂടെ വാർത്തകൾ നൽകുന്നത്. ഈ ശംഖുമുഖത്ത് ഇപ്പോൾ ഈ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ പുറകിൽ കാണാം, ബോട്ടുകളൊക്കെ പതുക്കെ മത്സ്യബന്ധനം കഴിഞ്ഞ് കരയിലേക്ക് കയറുന്നു, കുറച്ച് ബോട്ടുകൾ കടലിലേക്ക് പോകുന്നു. അങ്ങനെ രാവിലെ മുതൽ ഒരുപാട് നയനമനോഹരമായ കാഴ്ചകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രഭാതത്തിൽ ശംഖുമുഖം ഏറെ സുന്ദരിയാണ്. പക്ഷേ ഈ സഞ്ചാരികളൊക്കെ വൈകുന്നേരത്തോടുകൂടിയാണ്. എല്ലാ ദിവസവും വൈകിട്ടൂടെ ഭയങ്കര വലിയ തിരക്കാണ്. കാരണം ഈ മുഖം മിനുക്കിയ ശംഖുമുഖം കൂടിയാണ്. ഈ കോവിഡ് സമയത്ത് വളരെ ശാന്തമായിരുന്നു. അതിനുശേഷം വലിയ പ്രളയത്തിൽ അതിനുശേഷമുണ്ടായ കടൽക്ഷോഭത്തിലൊക്കെ ശംഖുമുഖം പൂർണ്ണമായി തകർന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ മുഖം മിനുക്കി റോഡൊക്കെ വൃത്തിയായി, ആളുകൾക്കൊക്കെ വന്നാൽ ഇരിക്കാനൊക്കെ ഒരുപാട് സൗകര്യങ്ങളായി. അങ്ങനെ ശംഖുമുഖം ഏറെ സുന്ദരിയാണ്. നേരത്തെ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് ഇവിടെ സഞ്ചാരികൾക്കൊക്കെ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പ്രദേശം കൂടിയാണ് ശംഖുമുഖം. നമുക്കറിയാം. നമുക്ക് ഇനിയും പോകേണ്ടത് കിരൺ ബാബു അവിടെ പത്രവിശേഷങ്ങളുമായി തുടരുന്നുണ്ട്. കിരൺ, പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്ന് സ്വാഭാവികമായും മിക്ക പത്രങ്ങളുടെ ഹെഡ്ലൈൻ BJPയുടെ ന്യൂനപക്ഷ പൊളിറ്റിക്സ് ആയിരിക്കും. ഒപ്പം മറ്റ് പ്രധാനപ്പെട്ട ഒരുപാട് വാർത്തകൾ കാണും. എന്തൊക്കെയാണ് പ്രേക്ഷകർക്കായി പത്രവിശേഷത്തിൽ നൽകാനുള്ളത്? നമസ്കാരം രഞ്ജിത്ത, നമസ്കാരം ഭവ്യ. എന്തായാലും സാധാരണഗതിയിൽ വലിയ ഉത്സവങ്ങളൊക്കെ നടക്കുന്ന ദിവസങ്ങളിൽ തൊട്ടടുത്ത ദിവസം പ്രധാന രാഷ്ട്രീയ സംഭവങ്ങൾ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ തലക്കെട്ടുകളാണ് പലപ്പോഴും ഉണ്ടാവുക. പക്ഷേ ഇന്നലെ അങ്ങനെയല്ല. ഇന്നലത്തെ ഉത്സവം തന്നെ ഒരു പ്രധാന രാഷ്ട്രീയ സംഭവമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഇന്നലെ BJPയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയും മറ്റ് BJP നേതാക്കളുമൊക്കെ നടത്തിയ അരമന സന്ദർശനങ്ങളും പള്ളി സന്ദർശനങ്ങളും ഒക്കെ പ്രധാന വാർത്തയായി വരുന്നുണ്ട്. എന്തായാലും പത്രം 18ലേക്ക് സ്വാഗതം. സാധാരണ പത്രങ്ങളിൽ പത്രലേഖകർ ഈ അവധി ദിവസമാണ് പ്രധാനമായും ഏതെങ്കിലുമൊക്കെ സ്പെഷ്യൽ സ്റ്റോറികൾ പ്രധാനമായും ഫയൽ ചെയ്യാൻ പ്രത്യേകമായി അതിന് ആ ദിവസങ്ങൾ നോക്കി സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഏത് ദിവസവും ചെയ്യാവുന്ന ചില പ്രത്യേക സ്റ്റോറികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിരിക്കും. കാരണം ആ ദിവസങ്ങളിൽ മറ്റ് പ്രധാന വാർത്തകൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം കിട്ടുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഇന്നലെ അങ്ങനെയല്ല ഉണ്ടായത്. ഇന്നലെ സാധാരണ ഈസ്റ്ററായിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു വലിയ വാർത്തയിലേക്ക് പോകേണ്ടതല്ല. പക്ഷേ ഇന്നലെ ഈസ്റ്ററിന് ഒരു രാഷ്ട്രീയ പ്രാധാന്യത്തിലേക്ക് കൂടി കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയുടെയും BJPയുടെയും ഒക്കെ നേതാക്കളുടെ സന്ദർശനത്തിലൂടെ മാറിയിരിക്കുകയാണ്. അതടക്കമുള്ള പ്രധാന വാർത്തകളിലേക്ക് നമുക്ക് എന്തായാലും നോക്കാം. ആദ്യം മലയാള മനോരമ നോക്കിയാൽ മനോരമയിൽ പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നു. മനോരമ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഈ മോദിയുടെ ഈ തിരുവനന്തപുരം എഡിഷനിലെ മോദിയുടെ സന്ദർശനം അകത്തെ പേജിലാണ് നൽകിയിരിക്കുന്നത്. ഇത് പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത് നിർധന രോഗികളോടും കാരുണ്യമില്ല എന്നുള്ളതാണ്. സമാശ്വാസം പെൻഷൻ സാമ്പത്തിക പ്രതിസന്ധി മൂലം നിലച്ചു. 2021 അപേക്ഷകരെ തഴഞ്ഞു. നിലവിലുള്ളവർക്കും ഇത് മുടങ്ങുന്നു എന്നുള്ളതാണ്. ഈ സമാശ്വാസം പെൻഷൻ ഗുരുതരമായ സ്ഥിരമായി മരുന്ന് കഴിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ സ്ഥിരമായി വലിയ തോതിൽ വലിയ പണം കൊടുത്ത് മരുന്ന് കഴിക്കേണ്ടി വരുന്നവർക്കുള്ള ഒരു സമാശ്വാസ പദ്ധതിയായിരുന്നു. അതാണ് മുടങ്ങിയത്. BPL റേഷൻ കാർഡുള്ളവർക്ക് ഡയാലിസിസ് ചെയ്യുന്നതിന് 1100 രൂപ, വൃക്ക കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയവർക്ക് വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ 5 വർഷം വരെ 1000 രൂപ, ഹീമോഫീലിയ രോഗികൾക്ക് വരുമാന പരിധിയില്ലാതെ 1000 രൂപ. ഹീമോഫീലിയ രോഗികൾക്കൊക്കെ ഏത് വരുമാനമുള്ളവർക്കായാലും നിരന്തരമായി ചികിത്സിക്കേണ്ടി വരുന്നതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ വരുമാന പരിധി നിശ്ചയിക്കാതെ തന്നെ വെച്ചിരിക്കുന്നത്. ഈ തുകയാണ് ഇപ്പോൾ മുടങ്ങിയിരിക്കുന്നത്. പ്രധാന വാർത്തയായി തന്നെ AS ഉല്ലാസിൻ്റെ വാർത്തയാണ് മനോരമ 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാന വാർത്തയായി മനോരമ 1-ാം പേജിൽ നൽകിയിട്ടുള്ളത് ഭൂമി വിവരങ്ങൾ ഒറ്റ പോർട്ടലിലേക്ക് എന്നുള്ളതാണ്. കേന്ദ്ര ജിയോ പോർട്ടൽ വിവരശേഖരണം തുടങ്ങി. ഭൂമി ഏറ്റെടുക്കൽ മുതൽ വിള ഇൻഷുറൻസ് വരെയുള്ള കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഭൂമി സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഒരു പോർട്ടലിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഭൂമി ഏതെല്ലാം തരത്തിൽ വിനിയോഗിക്കുന്ന ഭൂമിയാണ്, കാർഷിക ഭൂമിയാണോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭൂമിയാണോ അല്ലെങ്കിൽ വീട് വെച്ചിരിക്കുന്ന ഭൂമിയാണോ, ഈ ഭൂമിയുടെ എല്ലാ വിവരങ്ങളും ഒരു പോർട്ടലിൽ തന്നെ. ഒരാൾക്ക് പല സ്ഥലങ്ങളിൽ ഭൂമി ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടപാടുകളടക്കം ഒരുമിച്ച് അറിയാൻ കഴിയണം. ഏത് തരം ഭൂമിയൊക്കെയാണ് ഉള്ളത്, ഭൂമി തരം മാറ്റിയിട്ടുണ്ടോ, തരം മാറ്റിയ ഭൂമി ഏതെല്ലാമാണ്, ഇതെല്ലാം ഒരു സൈറ്റിൽ തന്നെ അറിയാനുള്ള വിശാലമായ ഇന്ത്യയിൽ അങ്ങനെ ഒരു ഡേറ്റാ ബാങ്ക് പൂർണ്ണമായി ഇല്ലായിരുന്നു. അത് കൊണ്ടുവരാൻ വേണ്ടിയുള്ളതാണ്. ഇത് കൃഷി പദ്ധതികൾക്കും സഹായകരമാണ്. കൃഷി, വെള്ളത്തിൻ്റെ ലഭ്യത, ഗുണനിലവാരം, മണ്ണിൻ്റെ പ്രത്യേകത, ജലസേചന സംവിധാനം അടക്കമുള്ള വിവരങ്ങളും ഉൾപ്പെടുന്നതിൽ ഏത് പ്രദേശത്തെയും ഭൂമിയുടെ സമഗ്ര ചിത്രം ഇതിൽ നിന്ന് വ്യക്തമാകുമെന്ന് പറയുന്നു. ഡൽഹിയിൽ നിന്നും ജിക്കു വർഗീസ് ജേക്കബിൻ്റേതാണ് ഈ വാർത്ത. പ്രത്യേകിച്ച് കൃഷിക്കാരെ സംബന്ധിച്ചും കർഷകരെ സംബന്ധിച്ചും അത് വളരെ പ്രാധാന്യമുള്ള ഒരു വാർത്ത കൂടിയാണ്. മറ്റൊന്ന് സാധാരണ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന ഒന്നാണ്. നേരത്തെ നിലവിൽ വന്ന കെട്ടിട നിർമ്മാണ ഫീസ് ഇന്ന് മുതലാണ് കൂടുന്നത്. അത് കൂടുന്നത് ഇന്ന് നിലവിൽ വരികയാണ്. അതിൻ്റെ വാർത്തയെ നൽകിയിരിക്കുന്നു. ഇനി ഏതെല്ലാം തരത്തിലാണ് നഗരമേഖലയിൽ കൂടിയിരിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളടക്കമുള്ള വാർത്തയാണ്. അതും 1-ാം പേജിൽ തന്നെയാണ് മനോരമ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് 1-ാം പേജിൽ നൽകിയിരിക്കുന്ന മനോഹരമായൊരു ചിത്രം ആണ്. ചിത്രം മോദി തമിഴ്നാട്ടിലെ മുതുമല കടുവ സങ്കേതത്തിലെ തൈപ്പക്കാട് ആന വളർത്തൽ കേന്ദ്രം സന്ദർശിച്ചതിൻ്റെ ചിത്രമാണ്. അതിന് നൽകിയിരിക്കുന്നൊരു ക്യാപ്ഷൻ കൊള്ളാം, ബൊമ്മിക്കൈ നീട്ടി എന്നുള്ളതാണ്. അവിടെ ഓസ്കാർ എലിഫന്റ് വിസ്പേഴ്സ് എന്ന ചിത്രത്തിലൂടെ ഓസ്കാർ അവാർഡ് കിട്ടിയ ചിത്രത്തിലൂടെ ശ്രദ്ധേയരായ അവർ ആന സംരക്ഷകർ രണ്ടുപേരും തന്നെ ഇദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് ദമ്പതികൾ തൊട്ടടുത്ത് തന്നെയുണ്ട്. ബൊമ്മനും ബെല്ലിയുമുണ്ട്. അവർ വളർത്തുന്ന ഒരു ആനക്കുട്ടി മോദി
ഒരു വാത്സല്യത്തോടു കൂടി പിടിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഈ ചിത്രം ഒട്ടുമിക്ക പത്രങ്ങളും, മലയാള പത്രങ്ങളും ഇംഗ്ലീഷ് പത്രങ്ങളും എല്ലാം വ്യത്യസ്ത ആംഗിളുകളിൽ നിന്ന് എടുത്തത് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാജ്യത്താകെ കടുവകൾ കൂടി കേരളത്തിൽ കുറഞ്ഞു എന്നുള്ളതാണ്. രാജ്യത്തെ എണ്ണം 200 എണ്ണം കൂടി, പശ്ചിമഘട്ടത്തിൽ 157 ആയി കുറഞ്ഞു എന്നുള്ളതാണ്. രാജ്യത്തെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കടുവയുടെ എണ്ണം കൂടിയപ്പോൾ പശ്ചിമഘട്ടത്തിൽ മാത്രമാണ് കടുവയുടെ എണ്ണത്തിൽ കുറവുണ്ടായത്. ആ കുറവിനെ കുറിച്ചാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. സമീപകാലത്തെ ഏറ്റവും കുറഞ്ഞ വർധന എന്നതും കടുവ സെൻസസിൽ 2006 1411 കടുവകൾ ഉണ്ടായിരുന്നത് 2022 എത്തിയപ്പോഴേക്കും 3167 കടുവകളായി കൂടി എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് കൂടിയത് 200 കടുവകൾ, എന്നാൽ അതിന് മുമ്പത്തെ വർഷം കൂടിയത് 741 കടുവകളാണ്. 2014 നിന്ന് 2018 എത്തിയപ്പോൾ, 18 നിന്ന് 22 എത്തിയപ്പോഴാണ് 200 കടുവകളായി വർധനവിൻ്റെ എണ്ണം കുറഞ്ഞിരിക്കുന്നത്. പക്ഷേ കടുവ സെൻസസ് സംബന്ധിച്ച പലപ്പോഴും ഇത് എത്രത്തോളം ആധികാരികമാണെന്നുള്ള ചില സംശയങ്ങൾ കൂടി ഈ രംഗത്തെ വിദഗ്ധർ ഉന്നയിക്കുന്നുണ്ട്. കടുവയുടെ കാൽപ്പാടുകൾ നിശ്ചയിച്ചാണ് സെൻസസ് നടത്തുന്നത്. അത് സെൻസസ് ഏറ്റവും ശാസ്ത്രീയമായ സെൻസസ് തന്നെയാണ്. പക്ഷേ ഇത് കൃത്യമായി നടത്തപ്പെടുന്നുണ്ടോ എന്നുള്ള ആശങ്ക ചിലരെങ്കിലും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും പശ്ചിമഘട്ടത്തിൽ കടുവകളുടെ എണ്ണം കുറയുന്നു എന്നുള്ള വാർത്തകളാണ്. പക്ഷേ കടുവകൾ നാട്ടിലിറങ്ങി നടത്തുന്ന ആക്രമണങ്ങളുടെ അല്ലെങ്കിൽ മനുഷ്യരും മൃഗങ്ങളുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് വർദ്ധിച്ചു വരുന്നു എന്നുള്ള വാർത്തകളും അതോടൊപ്പം വരുന്നുണ്ട്. ഈ വാർത്തയും ഒട്ടുമിക്ക പത്രങ്ങളും പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിട്ടുണ്ട്. കടുവ സെൻസസിൻ്റെ വാർത്ത ഇന്നലെ പ്രധാനമന്ത്രി തന്നെയാണ് അത് പുറത്തുവിട്ടത്. മറ്റൊന്ന് മൃഗങ്ങളുമായി, വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട അരിക്കൊമ്പൻ ദൗത്യം അനിശ്ചിതത്വത്തിൽ റേഡിയോ കോളർ വൈകുന്നു എന്നുള്ളതാണ്. റേഡിയോ കോളർ കിട്ടാൻ അത് അസമിൽ നിന്നാണ് കിട്ടേണ്ടത്. അത് എത്തിയ ശേഷം മാത്രമേ ഇനി പുതിയ നടപടികളിലേക്ക്, അരിക്കൊമ്പനെ പിടിക്കുന്ന നടപടികളിലേക്ക് കടക്കാൻ കഴിയും. അത് സ്വാഭാവികമായും ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ആ വാർത്ത നൽകിയിരിക്കുന്നു. ആ വാർത്തയോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത കൂടി നൽകുന്നുണ്ട്. ഇത് എൻ്റെ വഴി എന്നാണ് കൊടുത്തിരിക്കുന്നത്. പറമ്പിക്കുളം കടുവ സങ്കേതത്തിൽ പറമ്പിക്കുളത്തിനും ആനപ്പാടിക്കുമിടയിൽ ടാർ റോഡിലൂടെ പോകുന്ന പിടിയാനയാണ്. പറമ്പിക്കുളത്തേക്ക് വിനോദസഞ്ചാരികൾ എത്തുന്നതും KSRTC, തമിഴ്നാട് സർക്കാർ ബസ് എന്നിവ സർവീസ് നടത്തുന്നതുമാണ്. ആനപ്പാടി പറമ്പിക്കുളം റോഡിലൂടെയാണ് കാട്ടാനയുടെ യാത്ര. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ മഹേഷ് കലാലയം പകർത്തിയ ചിത്രമാണ്. ഇങ്ങനെ ആന സ്വതന്ത്രമായി തന്നെ ഒരു ബസ്സൊക്കെ പോകുന്ന റോഡിലൂടെ, കാട്ടിലൂടെയുള്ള റോഡാണ് എന്നത് നമ്മൾ പ്രത്യേകം ആലോചിക്കണം. ആ റോഡിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിൻ്റെ ഒരു അതിമനോഹരമായ ഒരു ചിത്രമാണ്. അതൊരു പിടിയാനയാണ് സഞ്ചരിക്കുന്ന ചിത്രമാണ്. മനോരമ ഈ വാർത്തയ്ക്ക് ഒപ്പം തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് എഡിറ്റ് പേജിൽ ഒരു പ്രത്യേക ലേഖനമാണ്, വളരെ പ്രാധാന്യമുള്ളൊരു ലേഖനമാണ് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളീയർ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ വസിക്കുന്ന മനുഷ്യർ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് കരയുന്ന കായൽ എന്നാണ് വേമ്പനാട്ട് കായലിന് കൊടുത്തിരിക്കുന്ന ആ കോളത്തിന് കൊടുത്തിരിക്കുന്ന ഫീച്ചറിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട്. കരയുന്ന കായൽ. മഴക്കാലത്ത് ഈക്കോളി ബാക്ടീരിയയുടെ അളവ് അനുവദനീയമായതിൻ്റെ 3950 മടങ്ങിലേറെയാണ് ഇവിടെ ഉള്ളത്. 3952 മടങ്ങിലേറെ എന്ന് പറയുമ്പോൾ അത്രത്തോളം മോശം വെള്ളത്തിലേക്ക് ഈക്കോളി ബാക്ടീരിയ മാറിക്കുകയാണ്. മനുഷ്യൻ്റെ എല്ലാം മലവും അല്ലെങ്കിൽ മറ്റു മാലിന്യങ്ങളും നിറയുമ്പോഴാണ് ഈക്കോളി ബാക്ടീരിയകൾ വർദ്ധിക്കുന്നത്. അത്രത്തോളം ജലം മലിനമായി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. 120 വർഷത്തിനിടെ ജലസംഭരണ ശേഷിയിലുണ്ടായ കുറവ് 85.3%. അടിത്തട്ടിൽ 1 മീറ്റർ കനത്തിൽ 3000 ടൺ പ്ലാസ്റ്റിക് മാലിന്യമാണ് കിടക്കുന്നത്. 1 മീറ്റർ കനത്തിലോളം കായലിൻ്റെ അടി ഇപ്പോൾ മണ്ണിനൊപ്പം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് കായൽ നിറഞ്ഞിരിക്കുകയാണ്. അത്രത്തോളം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കായലിലേക്ക് നമ്മൾ തള്ളുന്നു എന്നുള്ളത് കൂടിയാണ്. ഇത് ഭാവിയിലേക്കുള്ള ഒരു വലിയ മുന്നറിയിപ്പ് കൂടിയാണ്. വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട് നടന്ന പഠനങ്ങളിലെ കണ്ടുപിടുത്തങ്ങളെല്ലാം ഞെട്ടിക്കുന്നതാണ്. 90 ലക്ഷം പേരുടെ ആശ്രയമായ ജലാശയം സംരക്ഷിക്കാൻ വഴികളുണ്ടോ എന്നാണ്. പ്രവീൺ വി ഹരനാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്ത് മീനിനും കക്കയ്ക്കും എന്ത് പറ്റി? മീനിൻ്റെയും കക്കയുടെയും ഒക്കെ അളവ് കുറഞ്ഞത് എങ്ങനെയാണ്? തണ്ണീർമുക്കം ബണ്ട് വന്നപ്പോൾ ഉണ്ടായ ലവണത്തിലുണ്ടായ വ്യത്യാസം, അതോടൊപ്പം തന്നെ ഈ അടിത്തട്ടിലുണ്ടായ പ്ലാസ്റ്റിക്കിൻ്റെ വലിയ വർധനവ്, അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ഇതെല്ലാം വളരെ വിശദമായി തന്നെ ഏതെല്ലാം പ്രദേശങ്ങളുമായിട്ട്, ഏതെല്ലാം നദികളുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഈ വേമ്പനാട് കായൽ നിലനിൽക്കുന്നത്, ആ കായലിൻ്റെ ആവാസ വ്യവസ്ഥ എങ്ങനെയാണ്, ഇതെല്ലാം വിശദമാക്കുന്ന ഒരു ലേഖനം തന്നെയാണ് എഡിറ്റ് പേജിലുള്ളത്. മറ്റൊന്ന് മനോരമയുടെ സ്പോർട്സ് പേജിൻ്റെതാണ്. സ്പോർട്സ് പേജ് പതിവ് പോലെ എല്ലാ പത്രങ്ങളും ഇന്ന് അതിമനോഹരമായി തന്നെയാണ് നൽകിയിട്ടുള്ളത്. റിങ്കു ഇന്നലെ അവസാന 5 പന്തിലും സിക്സർ അടിച്ച ഒരു ത്രസിപ്പിക്കുന്ന ജയം എന്ന് പറയുന്നത്, വെടിക്കെട്ട് എന്നൊക്കെ പറയാൻ പറ്റില്ല. അവസാന 6 ബോളിൽ 5ലും സിക്സർ അടിക്കുക എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് അത് അത്യപൂർവമായ ഒരു കാഴ്ചയാണ്. പലർക്കും അവർ ഇന്നലത്തെ ആഘോഷത്തിനിടയിൽ ചിലപ്പോൾ കാണാൻ കഴിഞ്ഞു കാണത്തില്ല. പക്ഷേ എന്നാലും ആ വാർത്തയ്ക്ക് നൽകിയിരിക്കുന്ന റിങ്കു സ്റ്റാർ എന്നാണ്. ആ ചിത്രത്തേക്കാൾ നല്ല, വാർത്തയുടെ തലക്കെട്ടിനേക്കാൾ നല്ലത് ആ ചിത്രമാണ്. 5 ബാറ്റ് 5 വശത്തേക്ക് വീശ കാളിയുടെയൊക്കെ ചിത്രങ്ങളൊക്കെ, പ്രതിമകളൊക്കെ നൽകുമ്പോൾ കണ്ടില്ലേ പല കൈ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നത്. അതുപോലെ തന്നെ റിങ്കുവിന് 5 കൈകൾ നൽകിയിരിക്കുകയാണ്. ആ 5 കൈകളിലും 5 ബാറ്റും എടുത്തിട്ട് റിങ്കു നിൽക്കുന്ന ഒരു ചിത്രമാണ് നൽകിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ റിങ്കുവിൻ്റെ റിയാലിറ്റി ഷോ എന്ന് പറയുന്നുണ്ട്. ഇന്നിങ്സിനേക്കാളും ഇതിലൊക്കെ അത്ഭുതകരമാണ് റിങ്കു സിംഗിൻ്റെ ജീവിതം. ആദ്യമായി ബാറ്റുമായി കളിക്കളത്തിലേക്ക് വരുമ്പോൾ അച്ഛൻ ആ ബാറ്റ് വാങ്ങിയിട്ട് ഒരു ചൂല് കൊടുക്കുകയാണ്. ആ ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ നിൽക്കുന്ന ഒരു കുടുംബം, ആ വീടുകളിലൊക്കെ ഗ്യാസ് കുറ്റി കൊണ്ട് കൊടുക്കുന്ന ഒരു അച്ഛനാണ്. അപ്പോൾ അയാൾ പറയുന്നത്
പറയുന്നത് ഈ ബാറ്റ് കൊണ്ട് നിനക്ക് നാളെ അന്നം കിട്ടില്ല, നിനക്ക് ചൂലുകൊണ്ടാണ് അന്നം കിട്ടേണ്ടത്, അതുകൊണ്ട് നീ ചൂലെടുക്കൂ എന്ന് പറയുന്ന ഒരു അച്ഛൻ. ആ അച്ഛൻ്റെ മകനാണ് ഇന്നിപ്പോൾ വളർന്ന ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട കളിക്കാരനായി മാറി ഇന്ന് ഇന്ത്യയിലെ ഒട്ടുമിക്ക പത്രങ്ങളുടെയും സ്പോർട്സ് പേജിലെ പ്രധാന വാർത്തയായി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. ആ ഒരു സന്തോഷം കൂടി അതിന് പിന്നെ സന്തോഷത്തിനൊപ്പം അതിന് പിന്നിലെ കഥ കൂടി ആ വാർത്തയിൽ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് മാതൃഭൂമിയുടെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ഒരു ക്ലാസ്സിൽ 50 കുട്ടികൾ മതി, ഹയർ സെക്കൻഡറി വ്യവസ്ഥ കർശനമാക്കണമെന്ന് വിദഗ്ധ സമിതി എന്നുള്ളതാണ്. കൂടുതൽ കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ സ്വാഭാവികമായും അധ്യാപകർക്ക് കൂടുതൽ കുട്ടികളെ എല്ലാ കുട്ടികളെയും കൃത്യമായി ശ്രദ്ധിക്കാൻ കഴിയില്ല. ഒരു പൊതുവായി ക്ലാസ് എടുക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ നൽകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ 50 കുട്ടികളിൽ കൂടരുത് എന്നുള്ള സർക്കാരിൻ്റെ തന്നെ വിദഗ്ധ സമിതിയാണ്. PK മണികണ്ഠൻ്റെ വാർത്തയാണ് തിരുവനന്തപുരത്തു നിന്നും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും കൂടുതൽ ബാച്ചുകൾ പല ജില്ലകളിലും വേണ്ടി വരും. കുട്ടികളുടെ എണ്ണം കുറയ്ക്കേണ്ടി വരുമ്പോൾ അതനുസരിച്ച് ബാച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടി വരും, അതനുസരിച്ച് അധ്യാപകരുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടി വരും. സ്വാഭാവികമായും ഇപ്പോൾ ഇങ്ങനൊരു ഘട്ടത്തിൽ, അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ സർക്കാർ എത്രത്തോളം ഈ വിദഗ്ധ സമിതിയുടെ നിർദ്ദേശത്തെ കാണും, ഏതെല്ലാം തരത്തിൽ നടപ്പാക്കുമെന്നുള്ള ആശങ്കകൾ മറുവശത്തുണ്ട്. പക്ഷേ സമിതി അങ്ങനെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ശാസ്ത്രീയമായ രീതിയിൽ വിദ്യാഭ്യാസം നടക്കണമെങ്കിൽ 50 കുട്ടികൾ കൂടുതൽ ഒരു ക്ലാസ്സിൽ ഉണ്ടാവാൻ പാടില്ല. തെക്കൻ ജില്ലകളിൽ ബാച്ചുണ്ട്, പക്ഷേ കുട്ടികളില്ല എന്നുള്ളതാണ്. പത്തനംതിട്ട, ആലപ്പുഴ തുടങ്ങിയ വിദ്യാഭ്യാസ ജില്ലകളിൽ പല സ്കൂളുകളിലും 15-16 വിദ്യാർത്ഥികളെ ഒരു ബാച്ചിലുള്ളൂ എന്നുള്ളത് കൂടി കാണിക്കുന്നു. എന്നാൽ വടക്കൻ ജില്ലകളിൽ ഇപ്പോഴും കൃത്യമായി ബാച്ച്, ആകെ പഠനം കഴിഞ്ഞു വരുന്ന കുട്ടികൾക്ക് ആനുപാതികമായിട്ടുള്ള ബാച്ച് ഇപ്പോഴുമില്ല. പലപ്പോഴും അധിക ബാച്ചുകൾ നൽകാറുണ്ടെങ്കിലും ഇത് ഇപ്പോഴും ആവശ്യത്തിന് എത്തിയിട്ടില്ല എന്നതുകൂടി ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ റിപ്പോർട്ട്. മറ്റൊന്ന് മാതൃഭൂമിയിലെ കേരള സവാരി പെരുവഴിയിൽ എന്നുള്ളതാണ്. യാത്രക്കാരും ഡ്രൈവർമാരും കൈയൊഴിഞ്ഞു എന്നുള്ളതാണ്. B. അജിത് രാജിൻ്റെ തിരുവനന്തപുരത്ത് നിന്നുള്ള വാർത്തയാണ്. കൂടുതൽ യാത്രാക്കൂലി ഈടാക്കി ഡ്രൈവർമാർക്ക് ഉയർന്ന കമ്മീഷൻ നൽകുന്ന സ്വകാര്യ കമ്പനികൾക്ക് മുന്നിൽ സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സംവിധാനമായ കേരള സവാരിക്ക് കാലിടറി എന്നുള്ളതാണ്. സത്യത്തിൽ കേരള സവാരി സർക്കാരിൻ്റെ ഒരു സംവിധാനത്തിൽ തന്നെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഈ പ്രൈവറ്റ് ആപ്പുകൾക്ക് അപ്പുറത്തേക്ക് മികച്ച രീതിയിൽ ഇത് നടപ്പാകേണ്ടതാണ്. അല്ലെങ്കിൽ അത് യാത്രക്കാർക്ക് കൃത്യമായ റേറ്റ് കൊടുത്ത് തന്നെ യാത്ര ചെയ്യാനുള്ള സൗകര്യം, അതോടൊപ്പം തന്നെ ഡ്രൈവർമാർക്കും ഈ വാഹന ഉടമകൾക്കും മെച്ചപ്പെട്ട സാമ്പത്തിക ലാഭം, ഇതെല്ലാം ഉണ്ടാവേണ്ടതാണ്. പക്ഷേ നമ്മുടെ സംവിധാനം നടപ്പാക്കുന്നതിൽ സംവിധാനത്തിൻ്റെ പിഴവ് കാരണമാവണം. അതെന്തായാലും ഇപ്പോൾ മുടങ്ങിയിരിക്കുകയാണ്. ആ സംവിധാനം ഇപ്പോൾ ഫലപ്രദമായി നടക്കുന്നില്ല. കമ്മീഷൻ പ്രൈവറ്റ് കമ്പനികൾ നൽകുന്ന കമ്മീഷൻ നൽകാതായതോടുകൂടി ഡ്രൈവർമാർ സ്വാഭാവികമായും ഇതിൽ നിന്ന് പിൻവാങ്ങി. ആകെ വാഹനങ്ങളുടെ എണ്ണം കുറഞ്ഞതോടുകൂടി യാത്രക്കാരും ഇത്തരം ഒരു ആപ്പിലേക്ക് എത്താതെയായി. ഈ ആപ്പ് ഉദ്ഘാടനം ചെയ്ത ദിവസം തന്നെ ഈ ആപ്പ് കൃത്യമായി പ്രവർത്തിച്ചില്ല എന്നുള്ള വലിയൊരു തിരിച്ചടി കൂടി ഉണ്ടായിരുന്നു. പലപ്പോഴും സർക്കാർ സംവിധാനം പരാജയപ്പെടുന്നത് ആ സംവിധാനത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല, സംവിധാനം നടപ്പാക്കുന്നതിലെ വീഴ്ച കൊണ്ടുകൂടിയാണ്. അതുകൂടി ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ വാർത്ത. മറ്റൊന്ന് മാതൃഭൂമി ഒന്നാം പേജിൽ തന്നെ ഈസ്റ്റർ ദിനത്തിൽ പള്ളി സന്ദർശിച്ച പ്രധാനമന്ത്രി എന്നുള്ളത് നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഈസ്റ്റർ ദിനത്തിലെ പള്ളി സന്ദർശനവും BJP നേതാക്കളുടെ അരമന സന്ദർശനവും സംബന്ധിച്ച് അതിൻ്റെ രാഷ്ട്രീയം എന്താണ് ഇതിന് പിന്നിൽ? അതൊരു സ്വാഭാവികമായി ഉണ്ടായ ഒരു കേവലം സന്ദർശനം മാത്രമാണ്. അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ, ക്രിസ്ത്യൻ മതവിഭാഗത്തെ BJPയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ അതിന് എത്രത്തോളമുണ്ട്? ഇതിൻ്റെ രാഷ്ട്രീയ വിശകലനങ്ങൾ വളരെ വിശദമായി തന്നെ ഒട്ടുമിക്ക പത്രങ്ങളും നൽകിയിട്ടുണ്ട്. ഗോപികൃഷ്ണൻ ഒരു കാർട്ടൂൺ കൂടിയുണ്ട്. ഇന്നലെ മോദി ഈ ആനയ്ക്ക് പോയി പഴം നൽകുന്നത്, അതുപോലെ കടുവ സംഘം ഇന്നലെ കടുവയുടെ സെൻസസ് അവിടെ പുറത്തുവിട്ടിരുന്നു. ആ സെൻസസിന് അവിടെ കടുവയ്ക്ക് ഭക്ഷണം നൽകുന്നു, ഇറച്ചി നൽകുന്നു. അതിനൊപ്പം തന്നെ ആടുകൾക്ക് ഇല നൽകുകയാണ്. പക്ഷേ ആടിൻ്റെ പുറകിൽ ഒരു മഹാ ഇടയൻ യേശുക്രിസ്തുവിൻ്റെ ഒരു രൂപം കൂടി പുറകിൽ നൽകിയിട്ടുണ്ട്. ക്രിസ്ത്യൻ മത സമൂഹത്തെ BJPയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് ഇത് എന്ന് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാവുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ ആടുകൾക്ക് ഇല നൽകുന്നത് എന്നത് വ്യക്തമാക്കുന്ന ഒരു കാർട്ടൂൺ കൂടിയാണ് ഗോപികൃഷ്ണ കാർട്ടൂൺ. മാതൃഭൂമി ഒന്നാം പേജിൽ തന്നെയാണ് ഈ കാർട്ടൂൺ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് കേരള കൗമുദിയുടെ വാർത്തയാണ്. അതൊരു എക്സ്ക്ലൂസീവ് വാർത്തയാണ്. കോളം സതീഷ് കുമാറിൻ്റെ വാർത്തയാണ്. സ്വിഫ്റ്റിന് പുറമെ 3 സ്വതന്ത്ര മേഖലകൾ കൂടി കൂടുന്നു. KSRTC 4ആയി പിരിയുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ KSRTCയിൽ വികേന്ദ്രീകരണം കൃത്യമായി നടപ്പാക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി പരസ്യമായി തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിൻ്റെ തുടർച്ച കൂടിയാവണം. എന്തായാലും KSRTCയെ 4 വിഭാഗങ്ങളായി തിരിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒരു വിഭാഗം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ ഒന്ന്, മറ്റൊന്ന് മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. പുതിയ സൂപ്പർഫാസ്റ്റുകളും അതിനു മുകളിൽ മറ്റ് സൂപ്പർ ക്ലാസ് സർവീസുകളും ഈ സർവീസ് ബസ്സുകൾ, സ്വിഫ്റ്റ്, ഇതെല്ലാം കൂടി ചേർന്ന് മറ്റൊരു സ്വിഫ്റ്റ് ഒരു മേഖല, മറ്റ് ജില്ലകളായി തിരിച്ച് 3 മേഖലകളായി തിരിക്കുകയും സ്വിഫ്റ്റിന് ഒരു മേഖല, അങ്ങനെ 4 മേഖലകളായി തിരിക്കുന്നു. ഈ തീരുമാനം ജൂണിൽ നടപ്പാക്കാനാണ് നീക്കം. നടപടി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് എന്നുള്ളതാണ്. ഇത് സ്ഥലം മാറ്റവും ശമ്പളവും എല്ലാം നൽകുന്നത് ഇനി ഈ ഓരോ മേഖലയുടെയും ലാഭത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ആ മേഖലയിൽ നിന്ന് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഒരാൾക്ക് തിരുവനന്തപുരത്തേക്ക് സ്ഥലമാറ്റം ഉണ്ടാവും എന്നുള്ള ആശങ്ക വേണ്ട, അതൊരു ആശ്വാസമാണ്. പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്ന മേഖല മെച്ചപ്പെട്ടതല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ശമ്പളത്തിന് കാലതാമസം ഉണ്ടാകാം. അത്തരം വലിയ ഒരു ആശങ്ക കൂടി ഇപ്പോൾ തന്നെ ആകെ
ആശങ്കയിൽ നിൽക്കുകയാണ്. പലപ്പോഴും ശമ്പളം വല്ലാതെ വൈകുന്നൊരവസ്ഥയുണ്ട്. ശമ്പള വർധനമൊക്കെ നടപ്പാക്കിയിട്ട് എത്രയോ കാലങ്ങളായി എന്നുള്ള പരാതി KSRTC നിലനിൽക്കുന്നുണ്ട്. മറ്റ് പല ജോലികളും ഉപേക്ഷിച്ച് നേരത്തെ KSRTCയിൽ ജോലിക്ക് വന്ന പല മനുഷ്യരുമുണ്ട്. അവരുടെയൊക്കെ ജീവിതം ഇപ്പോൾ പ്രയാസത്തിലാണ്. അതെന്തായാലും അവരെ വീണ്ടും ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ വികേന്ദ്രീകൃതമായ രീതിയിലുള്ള ഒരു ആസൂത്രണം നടപ്പാക്കുന്ന ആ വാർത്തയാണ് കേരളകൗമുദി നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, എയർ ഇന്ത്യ എക്സ്പ്രസ് കുട്ടികളുടെ ഇളവ് റദ്ദാക്കി എന്നുള്ളതാണ്. പ്രവാസികളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. പ്രവാസികൾക്ക് ഇപ്പോൾ ഇത് നോമ്പ് കാലമാണ്, അത് കഴിഞ്ഞ് റംസാൻ ഉത്സവം വരുന്നു. അതോടൊപ്പം തന്നെ വിഷുവിന് വേണ്ടി നാട്ടിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒട്ടേറെ പേർ, അതോടൊപ്പം തന്നെ സ്കൂൾ അവധി വരാൻ പോവുകയാണ്. അപ്പോൾ ഈ സമയത്ത് കൃത്യമായി തന്നെ ഗൾഫിൽ നിന്ന് ഗൾഫ് മേഖലയിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലേക്കുള്ള ഇന്ത്യയിലേക്കുള്ള സർവീസുകളുടെ വിമാന സർവീസുകളുടെ നിരക്ക് വല്ലാതെയാണ് വർദ്ധിച്ചത്. 3 ഇരട്ടി വരെയാണ് വർദ്ധിച്ചിരിക്കുന്നത്. 3 ഇരട്ടി വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ 30,000 രൂപ ഒരാളുടെ ടിക്കറ്റിന് ആകുകയാണെങ്കിൽ, അല്ലെങ്കിൽ 40,000 രൂപയാണെങ്കിൽ 4 പേരുള്ള ഒരു കുടുംബത്തിന് വന്നു പോകണമെങ്കിൽ സാധാരണ ശരാശരിക്കാരനായ ഒരു പ്രവാസിയുടെ ജീവിതത്തിൻ്റെ ഒരു എത്രയോ മാസത്തെ ശമ്പളം തന്നെ ചിലപ്പോൾ ഈ യാത്രയ്ക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്ന അവസ്ഥ, പലപ്പോഴും അത് കാരണം യാത്ര മാറ്റിവെക്കേണ്ട അവസ്ഥ. ഈ കുട്ടികൾക്ക് ചെറിയ ഇളവുകളുണ്ടായിരുന്നു, 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, അതുകൂടി ഇപ്പോൾ പിൻവലിക്കുകയാണ്. അപ്പോൾ എല്ലാ തരത്തിലും അവരുടെ ജീവിതത്തെ, സാധാരണ പ്രവാസിയെ സംബന്ധിച്ച്, ശരാശരിക്കാരനായ പ്രവാസിയെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തെ, അതിസമ്പന്നരായ ഒരു ന്യൂനപക്ഷ പ്രവാസികൾക്ക് ഇത് പ്രശ്നമാവില്ല, അവർ നിരന്തരം വന്നു പോകുന്നവരുമൊക്കെയാണ്. പക്ഷേ അങ്ങനെയല്ല മഹാഭൂരിപക്ഷം വരുന്നവർ. അവരുടെ ജീവിതത്തെ കൂടുതൽ ദുരിതത്തിലാക്കുന്ന ഒരു വാർത്തയാണ് കേരളകൗമുദി നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, കേരളകൗമുദി ഇന്നലെ BJP നേതാക്കളുടെ അരമന സന്ദർശനത്തിൽ നൽകിയിരിക്കുന്ന തലക്കെട്ടാണ്. അതെന്തായാലും അതിമനോഹരമായ തലക്കെട്ടാണ്. ഈസ്റ്റർ അരമനകളിൽ BJP സുവിശേഷം എന്നാണ് അതിന് നൽകിയിരിക്കുന്ന ഒരു തലക്കെട്ട്. മനോഹരം തന്നെയാണ്. BJP എന്തിനു വേണ്ടിയാണ് അവിടെ പോയത്? BJP സുവിശേഷ വേലയിലൂടെ BJPയിലെ ആ ഒരു മതസുവിശേഷം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായ സുവിശേഷ നടത്തി ആ മതത്തിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ്, BJPയിലേക്ക് ആകർഷിക്കാൻ വേണ്ടി എന്നുള്ള തരത്തിൽ തന്നെയാണ് BJP സുവിശേഷം എന്നുള്ളത്. അപഹസിക്കുമ്പോഴും ആശങ്കയുടെ മുന്നണികൾ എന്നുള്ളതാണ്. അതിശക്തമായി തന്നെ ഇടതു വലതു മുന്നണികൾ ഇതിനെ എതിർക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അവർക്ക് ചില ആശങ്കകളുണ്ട്. ഇത്തരമൊരു നീക്കത്തിലേക്ക് പോയാൽ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ നിന്ന് BJPക്ക് അനുകൂലമായ നിലപാടുണ്ടാവുമോ എന്നുള്ള ആശങ്കയുണ്ട്. അതുകൂടി തലക്കെട്ടിൽ നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയ ലേഖകൻ്റെ വാർത്തയാണ്. ദേശാഭിമാനിയും നൽകിയിരിക്കുന്നത് ഈ വാർത്ത തന്നെയാണ്. സ്വാഭാവികമാണ്, CPMൻ്റെ മുഖപത്രം എന്ന നിലയ്ക്ക് ദേശാഭിമാനി ഈ വാർത്തയ്ക്ക് ഇത് നാടകം എന്ന് തന്നെയാണ് അവർ തലക്കെട്ട് നൽകിയിരിക്കുന്നത്. ഈ രാഷ്ട്രീയ വാർത്തയ്ക്ക് ദേശാഭിമാനിയുടെ പ്രാധാന്യത്തിൽ ആ തരത്തിലാണ് വാർത്ത നൽകേണ്ടത്. അങ്ങനെ തന്നെ അവർ ഭീഷണിയും പ്രലോഭനവും തിരിച്ചറിയണമെന്ന് CPM പറയുന്നു എന്നുള്ള വിവരങ്ങളും അവർ നൽകിയിട്ടുണ്ട്. ആക്രമണങ്ങൾക്ക് BJP പിന്തുണ എന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ, ഇതൊക്കെ പറയുമ്പോഴും ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ BJP വിരുദ്ധമായൊരു നിലപാട് സ്വീകരിച്ചതിനെയും അവർ 1-ാം പേജിൽ തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുണ്ട്. മറ്റൊന്നും നൽകിയിരിക്കുന്ന വാർത്ത രാജസ്ഥാനെ സംബന്ധിച്ചാണ്. വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം കൂടിയാണ് രാജസ്ഥാൻ. അവിടെ അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള മത്സരം. ഇപ്പോൾ സച്ചിൻ പൈലറ്റ് ഒരു നിരാഹാര സമരത്തിനൊരുങ്ങുകയാണ്. BJP സർക്കാരിൻ്റെ കാലത്തെ അഴിമതി ഇക്കാർക്കെതിരെ നടപടി വേണം എന്നാണ് അതിൻ്റെ ആവശ്യം. പക്ഷേ അതാണ് ആവശ്യം ഉന്നയിക്കുന്നതെങ്കിലും സച്ചിൻ പൈലറ്റിൻ്റെ യഥാർത്ഥ ആവശ്യമൊന്നുമല്ല, ഗെഹ്ലോട്ടിനെ മാറ്റി തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടണം എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് കോൺഗ്രസിനെ ആശങ്കയിലാക്കും ദേശീയ തലത്തിൽ തന്നെ. ആ വാർത്തയും കേരളത്തിലെ CPMനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത് 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് ഇംഗ്ലീഷ് പത്രങ്ങളുടേതാണ്. അതിൽ ടൈംസ് ഓഫ് ഇന്ത്യയുടേതാണ്. ടൈംസ് ഓഫ് ഇന്ത്യയും 1-ാം പേജിൽ പ്രധാന വാർത്തയായി തന്നെ ഈ കടുവകളുടെ എണ്ണം സംബന്ധിച്ച മോദി ഇന്നലെ പുറത്തുവിട്ട കണക്കുകളാണ്, സെൻസസിൻ്റെ കണക്കുകളാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മോദി കടുവകളെ കാണാൻ വേണ്ടി പോയ ഒരു ചിത്രം കൂടി നൽകിയിട്ടുണ്ട്. ബന്ദിപ്പൂർ ടൈഗർ റിസർവിലാണ് പോയത്. 2 മണിക്കൂറോളം അദ്ദേഹം കാത്തു നിന്നെങ്കിലും കടുവയെ കാണാൻ ഈ 2 മണിക്കൂറിൻ്റെ അദ്ദേഹത്തിന് സാധിച്ചില്ല. പരമാവധി കടുവകളുള്ള മേഖലകൾ നോക്കി, അത് കാണാവുന്ന സ്ഥലങ്ങളൊക്കെ നോക്കിയാണ് കൊണ്ടുപോകുന്നത്. ഇത്തരത്തിൽ കാട്ടിൽ പോകുമ്പോൾ പലപ്പോഴും ആർക്ക് കാണാൻ കഴിയില്ല എന്നുള്ളത് ഏറെക്കുറെ ഒരു ഭാഗ്യമാണ് എന്ന് വേണം കരുതാൻ. പലപ്പോഴും കടുവകളെ അങ്ങനെ കൊണ്ടു നിർത്തി കാണിക്കാൻ കഴിയില്ല. കടുവകൾ ഉണ്ടാകുന്ന ഒരു മേഖല കണക്കാക്കി ഏകദേശം അതിൻ്റെ ഒരു ഊഹമൊക്കെ വെച്ച് ആ വന ഉദ്യോഗസ്ഥർ അവിടേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. ചിലപ്പോൾ ആ സമയത്ത് അവിടെ കാണാം ജീവിക്ക് മറ്റു ചില ഇര തേടി മറ്റ് സ്ഥലത്തേക്ക് പോകേണ്ടി വന്നാൽ കാണാൻ കഴിയില്ല. എന്തായാലും പ്രധാനമന്ത്രിക്കടക്കം ഇന്നലെ 2 മണിക്കൂർ നിന്നിട്ടും കാണാൻ കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ മുതുമലയിൽ അദ്ദേഹം ആനയുമായിട്ട് തുമ്പിക്കൈയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം കൂടി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം എവിടേക്കാണ് 2018-ലും 2022-ലും വ്യത്യാസമുണ്ടായത്, ഓരോ മേഖലയായി തിരിച്ചുള്ള ചിത്രങ്ങളും നൽകിയിട്ടുണ്ട്. എന്തായാലും പത്രം 18-ലെ സമയം അവസാനിക്കുകയാണ്. മറ്റ് ചില പത്രങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ടായിരുന്നു. എന്തായാലും അതിന് സാധിച്ചിട്ടില്ല. എന്തായാലും നാളെയും ഇതേ സമയം പത്രം 18. അപ്പൊ എന്തായാലും താങ്ക് യു കിരൺ ബാബു, ഇത്രയും വിശദമായ പത്രവിശേഷങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിനല്ലേ. നമുക്കിനിയും ഒരുപാട് വാർത്തകൾ, ദേശീയ വാർത്തകളടക്കം ഒരുപാട് വാർത്തകൾ പ്രേക്ഷകർക്കായി നൽകാനുണ്ട്. വളരെ പെട്ടെന്ന് ആ വാർത്തകളിലേക്ക് തിരിച്ചു വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം.
crore viewers in ഇന്ന് പ്രധാനമായും ഈ കേസിൽ എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതി ഷാരൂഖ് സൈഫിയെ ഇന്ന് മെഡിക്കൽ കോളേജിൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകും. അതായത് ഇയാൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ, ഉദരസംബന്ധമായ അസുഖമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പരിശോധനയ്ക്ക് പറഞ്ഞിരിക്കുന്ന തീയതി ഇന്നാണ്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി തന്നെ ഡോക്ടർ ജയേഷാണ് ഇയാളെ പരിശോധിക്കുന്നത്. ഇന്നലെ ഇത് സംബന്ധിച്ച് മാലൂർക്കുന്നിൽ ചോദ്യം ചെയ്യുന്നതിനിടയിൽ അതായത് ഇയാൾക്ക് ഇത് സംബന്ധിച്ചുള്ള അസ്വസ്ഥത ഉണ്ടായിരുന്നു. ആ സമയം തന്നെ ഒരു ഡോക്ടറെ വിളിച്ചു വരുത്തുകയും അയാൾ പരിശോധിക്കുകയും ചെയ്തു. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെഡിക്കൽ കോളേജിൽ ഹാജരാക്കിയപ്പോൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു പ്രതിയെ. തുടർന്നാണ് ഇന്നത്തേക്കൊരു ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ഒരു ഡേറ്റിന് കൂടി വീണ്ടും പരിശോധനയും വിവിധ ടെസ്റ്റുകളും നടത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും മറ്റ് തെളിവെടുപ്പിലേക്ക് കാര്യങ്ങൾ പോവുക എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രധാനമായും 3 സ്ഥലങ്ങളിലാണ് തെളിവെടുപ്പ്. അതിൽ ഒന്ന് ഷൊർണൂരാണ്. ഷൊർണൂരിൽ ഇയാൾ പെട്രോൾ വാങ്ങിയിരിക്കുന്ന പെട്രോൾ പമ്പിലായിരിക്കും പോവുക, കൊളപ്പുള്ളി റോഡിലുള്ള. മറ്റൊന്ന് ഈ തീവെപ്പ് ഉണ്ടായ സ്ഥലമാണ് എലത്തൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള സ്ഥലത്താണ് തീവെപ്പ് ഉണ്ടായത്. ഇവിടെയും ഇയാളെ തെളിവെടുപ്പിന് കൊണ്ടുപോകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ ബോഗിയിൽ പരിശോധന നടത്തേണ്ടതുണ്ട്. അത് കണ്ണൂരിലാണുള്ളത്. D1 D2 കമ്പാർട്ട്മെന്റുകളിലായി പ്രതിയെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ 3 ദിവസമായി പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇയാളുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു അതായത് മറ്റാരെങ്കിലും ഉണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു സഹകരണം ഉണ്ടാവുന്നില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. അതായത് മൊഴിയിൽ വലിയ വൈരുദ്ധ്യങ്ങളുണ്ട്. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയുള്ള നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം. പക്ഷേ ഈ UAPA ചുമത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികൾ തമ്മിലുള്ള തർക്കം ഇപ്പോഴും തുടരുകയാണ്. NIA സമാന്തരമായ രീതിയിൽ തന്നെ അവർ അന്വേഷണം നടത്തുന്നുണ്ട്. NIA സംഘം കോഴിക്കോട് ഇപ്പോഴും ക്യാമ്പ് ചെയ്തുകൊണ്ട് സമാന്തര അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിൽ UAPA ചുമത്തേണ്ടതുണ്ടോ, ഇതിലൊരു തീവ്രവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിലുള്ള തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സംസ്ഥാനത്തുള്ള മറ്റ് അന്വേഷണ ഏജൻസികൾ, ഈ പ്രത്യേക അന്വേഷണ സംഘം ഉൾപ്പെടെ പറയുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇയാൾക്ക് മറ്റേതെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടായിരുന്നോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച ശേഷം UAPA ചുമത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. UAPA ചുമത്തിക്കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായും NIAയുടെ നിയന്ത്രണത്തിലാവും കാര്യങ്ങൾ. NIA ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ക്യാമ്പ് ഓഫീസ് ഇവിടെ തുറന്ന ശേഷം ഇവിടുന്ന് തന്നെയായിരിക്കും അന്വേഷണം എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും പ്രതിയെ ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുപോയേക്കും എന്നുള്ളൊരു വിവരം കൂടിയുണ്ട്. അത് എവിടെയാണ് എന്നുള്ള കാര്യത്തിലൊന്നും അന്വേഷണ സംഘം കൃത്യമായ ഒരു ഇത് പറയുന്നില്ല. എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ വിവിധ ടെസ്റ്റുകളും മറ്റും നടത്തുന്നതിന് വേണ്ടി അല്പസമയത്തിനകം തന്നെ ഈ മാലൂർക്കുന്നിൽ നിന്ന് കൊണ്ടുപോകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിനേഷ്, അതായത് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരാഴ്ചയായി ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇങ്ങനെ നടക്കുന്നു. പക്ഷേ ഒരാഴ്ചയായിട്ടും എന്തായിരുന്നു പ്രതിയുടെ യഥാർത്ഥ ലക്ഷ്യം എന്നതിലേക്ക് എത്താൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം പ്രതി ഷൊർണൂരിലെത്തി അവിടുന്നാണ് പെട്രോൾ വാങ്ങി. ഇത് വാർത്തകളൊക്കെ നമ്മൾ കൃത്യമായി ആദ്യം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. പക്ഷേ പ്രതിയുടെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു? അല്ലെങ്കിൽ ഒരു ട്രെയിൻ ഒരു ബോഗി മാത്രം കത്തിക്കാനായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? ഇതിന് യഥാർത്ഥ തീവ്രവാദ ബന്ധമുണ്ടെന്ന കാര്യത്തിലേക്ക് ഒന്നും ഒരു സ്ഥിരീകരണം ഇതുവരെ കേരളത്തിലെ അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, പിന്നെ അറിയേണ്ട ഒരു കാര്യം എന്താണ് NIAയുടെ ഒരു ഉദ്ദേശം ഈ കേസിൽ എന്താണ്? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി സംസാരിച്ചതിന് ശേഷം മാത്രമേ ഒരു NIA അന്വേഷണത്തിലേക്ക് സ്ഥിരീകരണം വരികയുള്ളൂ. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഭവ്യ, ഇതിൽ പ്രധാനമായും ഇത് തീവ്രവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് തന്നെ എന്നുള്ള നിഗമനത്തിലാണ്. അതായത് ഈ ഭീകരാക്രമണം എന്നുള്ള രീതിയിൽ തന്നെയാണ്
പ്രഭാത കേരളം തുടരുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ശംഖുമുഖത്താണ് പ്രഭാത കേരളം ഉള്ളത്. ഈ ഇരിപ്പിടമൊക്കെ ഇപ്പോൾ പുതുതായി ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഈ റിനോവേഷൻ ശേഷം വന്നതാണ്. കാരണം മുഖം മിനുക്കിയ ശംഖുമുഖം എന്ന് ആദ്യം പറഞ്ഞത് അതാണ്. കാരണം ഈ പ്രദേശമൊക്കെ വലിയ തകർന്നു പോയിരുന്നു. തിരയടിച്ചിട്ട് കഴിഞ്ഞ വെള്ളപ്പൊക്ക സമയത്ത് ഭയങ്കരമായി തകർന്നുപോയി. കടൽ കുറച്ചുകൂടി അകത്തേക്ക് കയറി. ഒരുപാട് മാറ്റങ്ങൾ ശംഖുമുഖത്തിനുണ്ട്. പക്ഷെ ഇപ്പോഴും ആ ഒരു ഭംഗി, ശംഖുമുഖത്തിന്റെ ഭംഗിക്ക് യാതൊരു പ്രശ്നവുമില്ല. അല്ലറ ചില പ്ലാസ്റ്റിക് സാധനങ്ങളും ഈ ഐസ്ക്രീമിന്റെ ഒക്കെ വേസ്റ്റുകളും ഒക്കെ ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണല്ലേ. കുറച്ചൊക്കെ ഈ പ്രദേശമൊക്കെ മലിനമാക്കിയിട്ടുണ്ട്. എങ്കിലും നമ്മുടെ നാടാണ്, നമ്മുടെ സ്ഥലമാണ്, സൂക്ഷിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. അതെ, കാര്യമായ മാലിന്യങ്ങൾ ഈ സ്ഥലങ്ങളിലുണ്ട്. പ്ലാസ്റ്റിക്കിന്റെ ഒരു വലിയ കൂമ്പാരം തന്നെ ഈ പ്രദേശങ്ങളിലുണ്ട്. ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടി വൃത്തിയാക്കി എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ ഒരുവിധം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയുമുണ്ട് സംസ്ഥാന വാർത്തകൾ. പക്ഷേ നമുക്കിനി ദേശീയ തലത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ദേശീയ തലത്തിലെ വാർത്തകൾ എന്തൊക്കെയാണ്, പ്രത്യേകിച്ച് കോവിഡൊക്കെ കൂടുന്ന സാഹചര്യമാണ്. അപ്പോൾ ഈ വാർത്തകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് അറിയണം. അപ്പൊ എന്തായാലും കർണാടകയിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കമാണ്. കർണാടകയിൽ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക, നേരത്തെ കോൺഗ്രസ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് ഒരുമുഴ മുമ്പേ ഈ പ്രചരണ രംഗത്ത് സജീവമായിരുന്നു. BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കുമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ ചർച്ചകൾ ഡൽഹിയിൽ, യെദ്യൂരപ്പ ഒപ്പം കർണാടക മുഖ്യമന്ത്രിയൊക്കെ പങ്കെടുത്ത വലിയ ചർച്ച ഡൽഹിയിൽ നടന്നിരുന്നു. ഇതിനുശേഷം ചില തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും അന്തിമമായ ഒരു സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാകേഷ്, വലിയ തർക്കങ്ങളുണ്ട്. നിരവധി MLA-മാർ വീണ്ടും മത്സരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. മത്സരിക്കാൻ സീറ്റ് ലഭിക്കില്ല എന്ന് ഉറപ്പുള്ളവർ അവരുടെ പിൻഗാമികളെ നിശ്ചയിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ BJPക്ക് ഒട്ടും സുഖകരമല്ല ഇത്തവണ തെരഞ്ഞെടുപ്പ്. എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്ന്? രഞ്ജിത്ത്, ഭവ്യ, ഗുഡ് മോർണിംഗ്. പ്രധാനമായും ഇന്ന് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് ഇനി കൃത്യം ഒരു മാസം മാത്രമാണ് ബാക്കിയുള്ളത്. മെയ് 10-ാം തീയതിയാണ് കർണാടകയിൽ വോട്ടെടുപ്പ്. ഇതിനോടകം തന്നെ കോൺഗ്രസ് 2 ഘട്ടങ്ങളിലായി 166 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. JDS 93 സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും BJPയുടെ പട്ടിക ഇന്ന് വൈകിട്ടോടുകൂടി ഉണ്ടാകും. കാരണം കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഇന്നലെ വിശദമായി യോഗം ചേർന്നു. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ തമിഴ്നാട്ടിലും ഒപ്പം തന്നെ ബന്ദിപ്പൂരിലുമൊക്കെ കർണാടകത്തിലുമൊക്കെ ആയിരുന്നു. അതിനുശേഷം പ്രധാനമന്ത്രി തിരിച്ചെത്തിയതിനു ശേഷമാണ് ഈ യോഗം ചേർന്നത്. ഈ യോഗത്തിൽ ഏതായാലും എല്ലാ മണ്ഡലങ്ങളുടെയും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടുണ്ട്. മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മെ തന്നെ ഈ യോഗത്തിന് ശേഷം ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപക്ഷെ വീണ്ടും ഒരു യോഗം ചേർന്നേക്കാം. ആ യോഗത്തിന് ശേഷം പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി ഏതായാലും വ്യക്തമാക്കിയിരിക്കുന്നത്. താൻ ഷിഗാവി മണ്ഡലത്തിൽ തന്നെ മത്സരിക്കുമെന്ന് ബസവരാജ് ബൊമ്മെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റാണ്. കഴിഞ്ഞ 3 തവണയും ഹാവേരി ജില്ലയിലെ ഷിഗാവിയിൽ നിന്നാണ് ബസവരാജ് ബൊമ്മെ വിജയിച്ചു വന്നത്. അവിടെ തന്നെ വീണ്ടും ജനവിധി തേടാൻ തന്നെയാണ് തീരുമാനം. മറ്റു പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രത്യേകിച്ച് യെദ്യൂരപ്പയുടെ മകൻ വിജയേന്ദ്ര പ്രധാനമായും മത്സരിക്കുന്ന മണ്ഡലം യെദ്യൂരപ്പയുടെ സിറ്റിംഗ് സീറ്റായ ശിക്കാരിപുരയിലാണ്. കാരണം യെദ്യൂരപ്പ 8 തവണ വിജയിച്ച മണ്ഡലമാണ് ശിക്കാരിപുര. അവിടെ ഇത്തവണ യെദ്യൂരപ്പ സജീവ രാഷ്ട്രീയത്തിന് വിരമിച്ച നേതാവാണ്. യെദ്യൂരപ്പ ഇലക്ടറൽ പൊളിറ്റിക്സ് അദ്ദേഹം വിരമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തന്റെ മകൻ അവിടെ ഇത്തവണ ജനവിധി തേടുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. നിലവിൽ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയാണ് വിജയേന്ദ്ര ഏതായാലും യെദ്യൂരപ്പയുടെ പിൻഗാമിയാവുകയാണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് CT രവി, BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് CT രവിയും ചിക്കമംഗളൂരുവിൽ നിന്ന് മത്സരിക്കുന്നു. സിറ്റിംഗ് സീറ്റാണ് ചിക്കമംഗളൂർ. CT രവിയെ സംബന്ധിച്ചിടത്തോളം അവിടെ വീണ്ടും ജനവിധി തേടുന്നു എന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. പക്ഷേ ഒരു അന്തിമ പ്രഖ്യാപനം BJPയുടെ ഭാഗത്തുനിന്ന് ഇന്ന് വൈകിട്ട് മാത്രം ആണ് ഉണ്ടാവുക. ഏതായാലും മുഴുവൻ സീറ്റുകളിലും ഒരു പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പല സീറ്റുകളിലും തർക്കം നിലനിൽക്കുന്നുണ്ട്. അതായത് നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. ഒന്നിലധികം നേതാക്കൾ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോഴും രംഗത്തുണ്ട്. പ്രത്യേകിച്ച് ബലഗാവിയിലടക്കം നേതാക്കൾ ചേരിതിരിഞ്ഞ് അവകാശവാദം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ തർക്കമുള്ള ചില സീറ്റുകൾ ഒഴിച്ചിട്ട് മറ്റ് സീറ്റുകളിലെ പ്രഖ്യാപനമായിരിക്കും BJPയുടെ ഭാഗത്തുനിന്ന് ഇന്നുണ്ടാവുക. കാരണം പത്രിക സമർപ്പിക്കാൻ ഇനിയും സമയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തർക്കങ്ങൾ പരിഹരിച്ച ശേഷമായിരിക്കും മറ്റ് മണ്ഡലങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാവുക. ഏതായാലും ഉടൻ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണ രംഗത്ത് സജീവമാകാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. രഞ്ജിത്ത്, ഭവ്യ. നമുക്കിനി മറ്റ് ദേശീയ വാർത്തകൾ കൂടി നോക്കാം അല്ലേ?
ഈ മറ്റ് ദേശീയ വാർത്തകൾ എന്ന് പറയുമ്പോൾ ഈ രാജസ്ഥാനിൽ സംഭവവികാസങ്ങൾ കോൺഗ്രസിന് ശുഭകരമല്ല. കർണാടകയിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചെങ്കിൽ പോലും ഭരണമുള്ള രാജസ്ഥാനിൽ ഇപ്പോൾ അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള വലിയ തർക്കം തുടരുന്നു എന്നുള്ളതാണ്. സച്ചിൻ പൈലറ്റ് സർക്കാരിനെതിരെ നിരാഹാര സമരം പ്രഖ്യാപിച്ച സാഹചര്യമൊക്കെ ശ്രദ്ധേയമായി മാറുന്നൊരു പശ്ചാത്തലമുണ്ട്. ഹൈക്കമാൻഡ് ഇടപെട്ടിട്ടുണ്ട്. രാകേഷ്, രാജസ്ഥാനിലെ ഏറ്റവും പുതിയ സ്ഥിതിഗതികൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. സച്ചിൻ അസംതൃപ്തനായിരുന്നു. സച്ചിന്റെ അസംതൃപ്തി ഏത് നിമിഷവും പുറത്തു വരുമെന്ന പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. അങ്ങനെ കരുതേണ്ട സാഹചര്യമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹൈക്കമാൻഡിന് പോലും വഴങ്ങാത്ത നിലയിലാണോ സച്ചിൻ ഉള്ളത്? ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റ് അശോക് ഗെഹ്ലോട്ട് പോര് മുറുകുകയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സച്ചിൻ പൈലറ്റ് തന്നെയാണ് നിരാഹാര സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് സച്ചിൻ പൈലറ്റ് ഉന്നയിക്കുന്ന വാദം 2018 അധികാരത്തിൽ വന്നത് അന്നത്തെ BJP സർക്കാരിനെതിരെ വസുന്ധരാജയ്ക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് താനും ഒപ്പം തന്നെ അശോക് ഗെഹ്ലോട്ടുമെല്ലാം ഈ വാദങ്ങൾ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രധാനമായും അധികാരത്തിൽ വന്നത്. പക്ഷേ ഈ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കേസുകൾ അന്വേഷിക്കുന്ന കാര്യത്തിൽ ഒരു നടപടിയും സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് സച്ചിൻ പൈലറ്റ് ആരോപണമായി ഉന്നയിക്കുന്നത്. അതായത് 45,000 കോടി രൂപയുടെ ഖനി അഴിമതിയിലാണ് ഇത്തരമൊരു നീക്കം സംസ്ഥാന സർക്കാർ അലംഭാവം കാണിക്കുന്നെന്ന ആരോപണമാണ് സച്ചിൻ പൈലറ്റ്, മുൻ PCC അധ്യക്ഷൻ കൂടിയാണ് സച്ചിൻ പൈലറ്റ്, മുൻ ഉപമുഖ്യമന്ത്രിയാണ്. അത്തരമൊരു ഗൗരവമുള്ള ആരോപണം സച്ചിൻ പൈലറ്റ് ഉന്നയിക്കുകയും ചെയ്യുന്നു. ഈ വിഷയത്തിൽ 2 തവണ മുഖ്യമന്ത്രി കത്തെഴുതി. പക്ഷേ ഒരു നടപടിയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് സച്ചിൻ പൈലറ്റ് ആരോപിക്കുന്നത്. സച്ചിൻ പൈലറ്റ് ഇതിലൂടെ BJP സർക്കാരിനെതിരെ അഴിമതി ആരോപണങ്ങളാണ് ഇതിൽ ഉന്നയിക്കുന്നെങ്കിൽ പോലും സച്ചിൻ പൈലറ്റിന്റെ ലക്ഷ്യം അശോക് ഗെഹ്ലോട്ട് തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം നമുക്കറിയാം കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ 2 നേതാക്കളും തമ്മിലുള്ള മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള വടംവലി തുടരുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വീണ്ടും അശോക് ഗെഹ്ലോട്ടിനെതിരെ നീക്കം സച്ചിൻ പൈലറ്റ് ശക്തമാക്കിയിരിക്കുകയാണ്. ഏതായാലും ഈ വിഷയത്തിൽ ഹൈക്കമാൻഡ് ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ഹൈക്കമാൻഡിന് വലിയ അതൃപ്തി സച്ചിൻ പൈലറ്റ് ഇപ്പോൾ നടത്തിയ നീക്കത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം നിലവിൽ മോദി സർക്കാരിനെതിരെ ഒരു വലിയ പോരാട്ടത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. പ്രത്യേകിച്ച് അദാനി വിഷയത്തിലടക്കം ശക്തമായ പ്രചാരണ പരിപാടികളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത വിഷയം കോൺഗ്രസ് ഉന്നയിക്കുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇത്തരമൊരു സ്വന്തം സർക്കാരിനെതിരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെ രംഗത്ത് വരുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് വളരെ ഗൗരവത്തോടു കൂടി കാണുന്നു. അതുകൊണ്ട് തന്നെ വലിയ അതൃപ്തി നേതൃത്വത്തിന് ഈ വിഷയത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രവുമല്ല രാജസ്ഥാനിൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് 6-7 മാസം മാത്രമേ ഉള്ളൂ. അടുത്ത നവംബർ മാസത്തിൽ രാജസ്ഥാനിൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇത്തരമൊരു ആരോപണം സച്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഹൈക്കമാൻഡ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഹൈക്കമാൻഡ് സച്ചിൻ പൈലറ്റുമായി സംസാരിക്കുന്നുണ്ട്. പക്ഷേ നിരാഹാര സമരം പിൻവലിക്കുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പും സച്ചിൻ പൈലറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നിലവിലെ സൂചന അനുസരിച്ച് നാളെ നിരാഹാര സമരവുമായി സച്ചിൻ പൈലറ്റ് മുന്നോട്ട് പോകും. രഞ്ജിത്ത്, ഭവ്യ. അതാണ് രാജസ്ഥാനിലെ സാഹചര്യം. അതാണ് ഭവ്യ. രാജസ്ഥാനിൽ കോൺഗ്രസ് ഭരണത്തിലുള്ള ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. പക്ഷെ അവിടുത്തെ പ്രശ്നങ്ങൾ പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് പോകുന്നു. സച്ചിന് ഏതായാലും മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്നുള്ള നിലപാടുണ്ട്. പക്ഷേ ഹൈക്കമാൻഡ് അശോക് ഗെഹ്ലോട്ടിനൊപ്പമാണ്. സച്ചിനെ അത് വല്ലാതെ പ്രകോപിപ്പിക്കുന്നുമുണ്ട്. വരും ദിവസങ്ങളിൽ സച്ചിൻ പൈലറ്റിന്റെ നീക്കം കോൺഗ്രസിന് നിർണായകമാണ്. ഒരു വ്യക്തമായ ഒരു ദേശീയ ചിത്രം രാകേഷ് ആണ് നൽകിയത്. രാകേഷ് എന്തായാലും താങ്ക് യു സോ മച്ച്. നമുക്ക് കേരളത്തിലെ മറ്റു വാർത്തകളിലേക്ക് തിരിച്ചു വിടാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തെ ഒരു ടൂറിസം കേന്ദ്രത്തിലാണ് ഞാനും ഭവ്യയും ഇന്നുള്ളത്. ശംഖുമുഖം എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. ഇവിടുത്തെ കടലിന് വലിയ സൗന്ദര്യമാണ്. ശംഖുമുഖത്തിന് ഒരുപാട് സൗന്ദര്യം ശംഖുമുഖത്തിനുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ മണിക്കൂറുകളോളം ഇരുന്ന് കാഴ്ചകൾ കാണാനും ആസ്വദിക്കാനും ഒക്കെ പറ്റിയ സ്ഥലമാണ്. വിനോദസഞ്ചാരികൾ ഒരുപാട് വരും. കച്ചവട സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. വൈകുന്നേരങ്ങളിൽ കുടുംബമായി ഒത്തിരി പേർ വരും. പ്രത്യേകിച്ചും ഇന്നലെയൊക്കെ വലിയ തിരക്കായിരുന്നു. അവധി ദിവസമായിരുന്നു. ഈസ്റ്ററിന്റെ മറ്റ് ബന്ധപ്പെട്ടുള്ള അവധി ദിവസം ആഘോഷിക്കാൻ ഒരുപാട് ജനങ്ങൾ ഇങ്ങോട്ടേക്ക് പ്രവഹിക്കുന്നതൊക്കെ നമ്മൾ ഇന്നലെ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പൊ നമുക്ക് ഇനി ശംഖുമുഖത്തിന്റെ തന്നെ ഒരു വാർത്തയിലേക്ക് പോകണം. എന്തായാലും പഴയ പ്രതാപത്തിലേക്ക് മടങ്ങിയെത്തുകയാണ് നമ്മുടെ തിരുവനന്തപുരത്തെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നായ ശംഖുമുഖം. ഇവിടുത്തെ അവധിക്കാല കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. പിടിക്കാനാവാത്ത വിധം ശംഖുമുഖം തീരം ഒരിക്കൽ നമുക്ക് നഷ്ടപ്പെട്ടതാണ്. ആ കാലം കടന്നുപോയി. ഇപ്പോഴിതാ മുഖം മിനുക്കി അവധിക്കാലത്തെ വരവേൽക്കാൻ ശംഖുമുഖം ഒരുങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരത്തെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഡെസ്റ്റിനേഷനുകളിൽ പ്രധാനപ്പെട്ടതായിരുന്നു പണ്ട് മുതലേ ശംഖുമുഖം കടപ്പുറം. ഓഖി തീരം കവർന്നതോടെ കടപ്പുറത്തിന്റെ മുഖഛായയാകെ മാറി.
നാളുകൾ നീണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ശംഖുമുഖം പഴയ പ്രസരിപ്പ് വീണ്ടെടുത്തു. തഴുകാനെത്തുന്ന തിരമാലകളെ നിറചിരിയോടെ സ്വീകരിക്കുകയാണ് ഇവിടെ എത്തുന്നവർ. ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് കരുതിയ ശംഖുമുഖം പഴയ പ്രതാപത്തിലേക്ക് മടങ്ങിയതിന്റെ സന്തോഷവും ആരും മറച്ചു വെക്കുന്നില്ല. കോവിഡിന് മുമ്പ് ഞങ്ങൾ സ്ഥിരമായിട്ട് മാസത്തിൽ 2 ഞായറാഴ്ചയെങ്കിലും ഇങ്ങോട്ട് വരുമായിരുന്നു. ഇവിടെ ഞങ്ങളുടെ സ്ഥിരം സന്ദർശന സ്ഥലമായിരുന്നു ശംഖുമുഖം. പിന്നീട് കോവിഡിന് ശേഷം ഇവിടുത്തെ അവസ്ഥയെ പറ്റിയൊക്കെ അറിഞ്ഞ് പിന്നെ ഞങ്ങൾ വരാനായിട്ട് മടിച്ചു. പിന്നെ ഇത്രയും ഒരു 2-3 വർഷത്തിന് ശേഷം ഇന്നാണ് ഇവിടെ വന്നത്. അപ്പോൾ വന്നപ്പോഴും ഞങ്ങൾ കരുതിയത് കടലിലൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല, അല്ലാതെ പുറത്ത് നിന്ന് കടൽ കണ്ടിട്ട് നിരാശയോടെ പോകേണ്ടി വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ പഴയ പോലെ തന്നെ, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തോന്നിയില്ല. പണ്ടത്തെ പോലെ തന്നെ ആസ്വദിക്കാൻ പറ്റി. നടപ്പാതകളും കല്ലുകളാൽ നിർമ്മിച്ച ഇരിപ്പിടങ്ങളും, അവധിക്കാലത്ത് കുരുന്നുകളെത്തിയാൽ ടോയ് ട്രെയിനുകളും കാറുകളും റെഡി. ഒരിടവേളയ്ക്ക് ശേഷം ശംഖുമുഖത്തുള്ള അവധിക്കാലത്തെ തിരക്ക് വഴിയോര കച്ചവടക്കാർക്കും സന്തോഷം നൽകുന്നതാണ്. ബീച്ച് ഇപ്പോൾ ഓപ്പൺ ആയതിനു ശേഷം ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. പക്ഷെ ആൾക്കാർക്ക് ഒതുങ്ങി നിൽക്കാനുള്ള ഒരു സൗകര്യമില്ല. അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ചെറുതായിട്ടൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബീച്ചിൽ ആരും കാണത്തില്ല. അവർ ചില ബുദ്ധിമുട്ട്. പിന്നെ ഇങ്ങോട്ടൊക്കെ ലൈറ്റ് വെട്ടം കുറവാണ്, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. വൈകുന്നേരങ്ങളിലാണ് തിരക്കേറെയും. മഴ വില്ലനാകുമോ എന്ന ആശങ്കയുണ്ടെങ്കിലും ശംഖുമുഖത്തിന്റെ തിരിച്ചുവരവ് തലസ്ഥാനത്തിന് നൽകുന്ന സന്തോഷം ചെറുതല്ല. ന്യൂസ് 18 തിരുവനന്തപുരം. ഏതായാലും ശംഖുമുഖത്തിന്റെ ടൂറിസത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവിന്റെ വാർത്തയാണ് നൽകിയത് ഐശ്വര്യ. ഏതായാലും അത് വളരെ പ്രധാനപ്പെട്ട സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക്, അതായത് വിഷു വരാനായി അല്ലെ, വിഷു വരവറിയിച്ച് വിഷുവിന്റെ ആഘോഷം. അതെ, വിഷുവിന്റെ ആഘോഷമാണ്. ഇനി ഈസ്റ്റർ കഴിഞ്ഞു, ഇനി വിഷുവാണ്. എല്ലായിടത്തും കണിക്കൊന്നകളൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ ക്യാമറാമാൻ പകർത്തിയ ദൃശ്യങ്ങളൊക്കെ നമ്മൾ തന്നെ ന്യൂസ് 18 തന്നെ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുമുണ്ട്. എന്തായാലും വിഷുവിന് വരവറിയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വിഷു ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ വിഷുവിനുള്ളൂ. എന്തായാലും പടക്കം വിഷുവിന് ഒഴിവാക്കാനാവാത്ത ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഞങ്ങൾ മലബാറുകാർക്ക്. വടക്കൻ കേരളത്തില് ഈ വിഷു അടുത്തോടെ വടക്കൻ കേരളത്തിലെ പടക്ക വിപണി സജീവമായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വാർത്ത. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് അല്പം വില കൂടുതലുണ്ടെങ്കിൽ പോലും സജീവമാണ്. വ്യത്യസ്തമായ പടക്കം ഇത്തവണ രംഗത്തുണ്ട്. കാരണം ചൈനീസ് പടക്കങ്ങളിലൊക്കെ വലിയ കടന്നുവരവോടുകൂടി അപകടകരമല്ലാത്ത ഒരുപാട് എളുപ്പം കുട്ടികൾക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് പടക്കങ്ങളും ഒക്കെ വിപണിയിലുണ്ട്. അതൊക്കെ സജീവമായി തന്നെ ആളുകളെ ആകർഷിക്കുന്നുമുണ്ട്. വിഷുവിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വടക്കേ മലബാറിൽ പടക്ക വിപണി സജീവമായി. എവിടെ നോക്കിയാലും പടക്കക്കടകളാണ്. വടക്കേ മലബാറിൽ വിഷുവിനാണ് പടക്ക വിപണി സജീവമാകുന്നത്. മത്സരം കടുത്തതോടെ പരമാവധി ഓഫറുകൾ നൽകി ആളുകളെ ആകർഷിക്കുകയാണ് കച്ചവടക്കാർ. ഇത്തവണ ഓൺലൈൻ കച്ചവടക്കാർ ഇറങ്ങിയതോടെ പരമ്പരാഗത കച്ചവടക്കാർ പ്രതിസന്ധിയിലാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വിലക്കൂടുതലുണ്ടെങ്കിലും കമ്പിത്തിരി മുതൽ മത്താപ്പൂ വരെ വ്യത്യസ്തതയോടെ വിപണിയിൽ ലഭ്യമാണ്. വില കൂടിയാലും വിഷു ആഘോഷമാക്കാൻ പടക്കം വാങ്ങിക്കൂട്ടുകയാണ് ഇവിടുത്തുകാർ. ന്യൂസ് 18 കണ്ണൂർ. രഞ്ജിത്ത്, ഈ ചൂല് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാനിത് ഈ വാർത്ത ഇങ്ങനെ വായിച്ചു, ഇൻട്രോ വായിച്ചപ്പോഴാണ് എന്താ മനസ്സിലായത്. നമുക്ക് പക്ഷെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരുപക്ഷെ മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ എനിക്കും അറിയില്ല. എന്തായാലും വിഷുക്കാലമായതോടെ ചൂൽ നിർമ്മാണത്തിന്റെ തിരക്കിലാണ് കാസർഗോഡ് പീലിക്കോട്ടെ ടി ശശികല. ചൂത് എന്ന പുൽച്ചെടി ഉപയോഗിച്ച് പ്രത്യേക രീതിയിലാണ് ചൂല് നിർമ്മിച്ചെടുക്കുന്നത്. ഈ ക്ഷേത്രങ്ങളിലും വീട്ടിലെ പൂജാമുറികളിലും മറ്റും ഉപയോഗിക്കാനാണ് നിർമ്മിക്കുന്നതാണ് മനസ്സിലാകുന്നത്. കാരണം അതിന് ഈ പറഞ്ഞ പോലെ സാധാരണ ചൂലിന്റെ ഈ ഈർക്കിൽ വെച്ചല്ല, അല്ലാതെ ഒരു പ്രത്യേക ചെടി വെച്ച് ഉപയോഗിക്കുന്നുണ്ടാകുന്ന ചൂല്. നമുക്ക് അതിന്റെ കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം. ക്ഷേത്രം, ശ്രീകോവിൽ, പൂജാമുറികൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമാണ് ചൂതുകൊണ്ടുള്ള ചൂൽ ഉപയോഗിക്കുന്നത്. വീടുകളിലും തറവാടുകളിലും ക്ഷേത്രങ്ങളിലുമെല്ലാം ചൂതുചൂൽ ആവശ്യമാണ്. പാട്ടുത്സവം, കളിയാട്ടം, പൂരം, വിഷു തുടങ്ങിയ ഉത്സവകാലങ്ങളിലെല്ലാം ആവശ്യക്കാരുമേറും. എന്നാൽ ഇവ നിർമ്മിച്ചു നൽകുന്നവർ ഇപ്പോൾ വിരളമാണ്. ഇവർക്കാണെങ്കിൽ ആവശ്യത്തിന് ചൂതും ലഭ്യമല്ല. തൊട്ടടുത്ത വയലുകളിലും ചതുപ്പ് നിലങ്ങളിലും യഥേഷ്ടം ലഭ്യമായിരുന്ന ചൂതിനു വേണ്ടി ഇപ്പോൾ കിലോമീറ്ററുകൾ സഞ്ചരിക്കണം. പടന്നിയിൽ അങ്ങോട്ട് പോകും, പോയരിട്ടൊക്കെ അങ്ങോട്ട് എല്ലാം പോയിട്ടാ കൊണ്ടല്ല. ആടെല്ലാം പാലം വന്നു, റോഡ് വന്നു, വീട് വന്നു. അതുകൊണ്ട് ആടെ നിന്ന് പോകുന്ന സ്ഥലമില്ല മുളക്കാൻ. അതുകൊണ്ട് ഈ വർഷം ഞാൻ കാഞ്ഞങ്ങാട് പോയി, ആടെ പോയി ഇക്കെല്ലാം പോകുമ്പോഴേക്ക് ആടെ റോഡ് വരാൻ വേണ്ടിയിട്ട് എല്ലാവരും വേറെ പെണ്ണുങ്ങൾ പറഞ്ഞു, മോളെ ഇനി അടുത്ത പോലെ നമുക്ക് നിങ്ങൾക്ക് ഉണ്ടാവില്ലാന്ന് തോന്നുന്നില്ല, ഡെയിലി റോഡ് വരലായി. നമ്മളങ്ങനെ ജീവിക്കണ്ടപ്പോൾ ഇങ്ങനെ ആയാൽ അങ്ങനെയെല്ലാം അന്ന് ഇപ്പോൾ ഞാൻ പോയിട്ട് വന്നിട്ടാകുമ്പോൾ ആള് പറഞ്ഞു തന്നോട്. തുലാമാസം 10 കഴിഞ്ഞാണ് ചൂത് ശേഖരിക്കാനായി വയലുകളിലേക്ക് ഇറങ്ങുന്നത്.
1 വർഷത്തേക്ക് മൊത്തമായി ശേഖരിച്ച് ഉണക്കി സൂക്ഷിക്കും. ഏറെ ശ്രമകരമായ ജോലിയാണ് ചൂതുചൂൽ നിർമ്മാണം. വയലുകളിൽ നിന്ന് പ്രായമായ ഒരടിയോളം വലിപ്പമുള്ള ചൂത് പറിച്ചെടുത്ത് ഉണക്കിയതിനു ശേഷം 4 ദിവസം വെള്ളത്തിൽ കുതിർക്കും. പുറത്തെടുത്ത് ഞെട്ടും പോളയും കളഞ്ഞ് വീണ്ടും ഉണക്കും. ഉണങ്ങിയ ചൂത് പ്രത്യേക രീതിയിൽ മെടഞ്ഞാണ് ചൂല് കെട്ടുന്നത്. കടകളിൽ കൊടുത്താൽ 200 രൂപയാണ് ഒരു ചൂലിന് ലഭിക്കുന്നത്. ഇതിന് ധാരാളം ആവശ്യക്കാരുമുണ്ട്. ഏറെ ഭംഗിയുള്ളതും വർഷങ്ങളോളം ഈട് നിൽക്കുന്നവയുമാണിവ. ന്യൂസ് 18 പീലിക്കോട്. ഏതായാലും ചൂലിനെ കുറിച്ച് മനസ്സിലായല്ലോ അല്ലേ? ആ സംശയം അങ്ങ് തീർന്നു. നമുക്കിനി മറ്റൊരു വാർത്ത, അത് കൊല്ലത്ത് നിന്നാണ് ഭവ്യ. ഈ പേപ്പറുകൾ ഇളകിപ്പോയതും കീറിപ്പോയതുമായ മതഗ്രന്ഥങ്ങൾ പുതിയതാക്കി തുന്നിക്കെട്ടി നൽകുന്ന ഒരാളെ പരിചയപ്പെടാം അല്ലെ? അതെ, കൊല്ലത്ത് കൊട്ടാരക്കര സ്വദേശിയായ ജോർജ് കുട്ടിയാണ് ഈ ബൈബിളും പാഠപുസ്തകങ്ങളും, ഈ കേടായ പാഠപുസ്തകങ്ങളും ബൈബിളും ഒക്കെ പുനർനിർമ്മിച്ചു നൽകുന്നത്. അതെ. വലിയ പ്രതിഫലം ഒന്നും വാങ്ങാതെയാണ് ജോർജ് കുട്ടി ഇളകിയതും കീറിയതുമായ മതഗ്രന്ഥങ്ങൾ പുതുക്കി നൽകുന്നത്. അധ്യായങ്ങൾ നഷ്ടപ്പെട്ടതും ചിതൽ അരിച്ചതുമായ മതഗ്രന്ഥങ്ങൾ ഏതുമാകട്ടെ, ജോർജ് കുട്ടിക്ക് നൽകിയാൽ നിമിഷങ്ങൾക്കകം പുതിയ പേജുകൾ തുന്നിച്ചേർത്തും ബൈൻഡുകൾ ഒട്ടിച്ചും പുസ്തകം മനോഹരമാക്കി മാറ്റും. 20 വർഷമായി കൊട്ടാരക്കരയിൽ പ്രവർത്തിക്കുന്ന ജോർജ് കുട്ടിയുടെ പ്രിന്റിംഗ് പ്രസ്സിലാണ് പുസ്തകങ്ങൾ തയ്യാറാക്കുന്നത്. എത്രയോ കാശ് മുടക്കി വലിയ വീടുകൾ, 2 നില വീടുകളും മിറ്റങ്ങൾ വരെ ഇപ്പോൾ എല്ലാം തറക്കല്ലും ഇട്ടിടുമ്പം ബൈബിൾ വാങ്ങിച്ച് ഒരു താള് കീറിയെന്നും പറഞ്ഞുകൊണ്ടെടുത്ത് ജനലിൻ്റെ അടിക്കോട്ട് കളഞ്ഞാൽ അതൊരു മോശമായ പരിപാടിയല്ലേ? അപ്പോൾ അതൊന്ന് ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടായാൽ, അവർ ചെയ്താൽ ആ ബൈബിള് അവർക്ക് വേണ്ടെങ്കിൽ വേറൊരാൾക്ക് കൊടുത്തെങ്കിലും ഉപയോഗിച്ചൂടെ? അങ്ങനെയൊക്കെ മനസ്സിൽ ഒരു ചിന്ത വന്നു. ഇത് ചെയ്യാൻ തുടങ്ങി, അങ്ങ് താല്പര്യം തോന്നി, അങ്ങ് ചെയ്യുന്നു. കൊട്ടാരക്കര തൃക്കണ്ണമംഗൽ സ്വദേശിയായ ജോർജ് കുട്ടി മുൻപ് സ്റ്റാഫുകളുമായി വിപുലമായി പ്രവർത്തിച്ചിരുന്നെങ്കിലും ലോക്ക്ഡൌണിന് ശേഷം പ്രവർത്തനം തനിച്ചായി. പഴയ മതഗ്രന്ഥങ്ങൾ പുതിയതാക്കി നൽകാൻ മറ്റ് ജില്ലകളിൽ നിന്നടക്കം നിരവധി പേരാണ് ജോർജ് കുട്ടിയെ തേടി എത്തുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര. ഈ രാഹുൽ ഗാന്ധിയോടുള്ള കോൺഗ്രസുകാരുടെ, രാഹുലിന്റെ വലിയൊരു തരംഗമായി കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. പ്രത്യേകിച്ചും രാഹുൽ അയോഗ്യനായ സമയത്ത് അദ്ദേഹത്തിന്റെ വസതി ഒഴിയണമെന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ഒരുപാട് പ്രതികരണങ്ങൾ, വൈകാരിക പ്രതികരണങ്ങളൊക്കെ കണ്ടതാണ് അല്ലേ? അതെ. ഇപ്പോൾ ഈ കായംകുളത്ത് ഉള്ള കൗൺസിലറായ ശ്രീ ഷാജഹാൻ രാഹുലിനോടുള്ള വല്ലാത്ത ഇഷ്ടം പ്രകടിപ്പിക്കുന്നത് തന്റെ വീട് രാഹുൽ ഗാന്ധിയുടെ കൂടെ വീടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുമാത്രമല്ല, ഈ ഒരു സംഭവം അത് വൈറലായതിനു ശേഷം രാഹുൽ ഗാന്ധി ഷാജഹാനെ നേരിട്ട് വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടുവരാം. രാഹുൽ ഗാന്ധിയെ MP സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കിയതിലും ഔദ്യോഗിക വസതി ഒഴിയാനും കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചതിൽ പ്രതിഷേധം പ്രകടിപ്പിക്കാനാണ് കായംകുളത്തെ കോൺഗ്രസ് നേതാവായ AJ ഷാജഹാൻ വീടിന് മുന്നിൽ ബോർഡ് സ്ഥാപിച്ചത്. ബോർഡിൽ ഇങ്ങനെ എഴുതി: അഷ്ടമന വീട് രാഹുൽ ഗാന്ധിയുടെയും വീട്. വീടിന് മുന്നിൽ വെച്ച ബോർഡ് സമൂഹമാധ്യമങ്ങളിൽ വൈറലായി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ബോർഡിനെക്കുറിച്ച് രാഹുൽ ഗാന്ധിയെ അറിയിച്ചത്. തുടർന്നാണ് നന്ദി അറിയിച്ച് ഷാജഹാന് രാഹുലിന്റെ വിളിയെത്തിയത്. രാഹുൽ ഗാന്ധിയെ നിശബ്ദനാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അദ്ദേഹത്തിന്റെ പാർലമെന്റ് അംഗത്വം റദ്ദാക്കുകയും അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്ത സംഘപരിവാർ ശക്തികൾക്കെതിരായുള്ള രാജ്യത്തെ രൂപപ്പെട്ടു വന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ എൻ്റെ വീടിന് മുൻവശം എൻ്റെ കുടുംബാംഗങ്ങളുടെ കൂടി അംഗീകാരത്തോടുകൂടി ഈ വീട് രാഹുൽ ഗാന്ധിക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന ബോർഡ് ഞാൻ വെച്ചത്. കോൺഗ്രസ് കായംകുളം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റും കായംകുളം നഗരസഭാ കൌൺസിലറുമാണ് ഷാജഹാൻ. ന്യൂസ് 18 കായംകുളം. ഈ ശിങ്കാരിമേളം, വനിതകളുടെ ശിങ്കാരിമേളം, അത് വലിയ ആവേശമാണല്ലേ? വനിതകൾ ഈ രംഗത്തേക്ക് കടന്നു വന്നതിന് ശേഷം ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട ട്രൂപ്പുകൾ, ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ ചുവടുകളും മേളങ്ങളും കൊണ്ട് സദസ്സിനെ ആവേശത്തിലാക്കി വനിതാ സംഘത്തിന്റെ ശിങ്കാരിമേളം നടന്നത് കാസർഗോഡ്. ഈ കാസർഗോഡ്, പീലിക്കോട്, കോതോളി, മാർനാഗുളികൻ ദേവസ്ഥാനം വനിതാവേദിയുടെ ശിങ്കാരിമേളം ആണ് കാണികൾക്ക് നവ്യാനുഭവമാകുന്നത്. അവരുടെ അരങ്ങേറ്റം കൂടിയായിരുന്നു. അതെ, തീർച്ചയായും.
1 മാസത്തെ പരിശീലനം പൂർത്തിയാക്കിയാണ് പിലിക്കോട് കോതോളി മാർണാഗുളിയൻ ദേവസ്ഥാനം വനിതാവേദി ശിങ്കാരിമേളത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. വീട്ടമ്മമാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള വനിതാവേദിയുടെ 27 പ്രവർത്തകരാണ് മേളസംഘത്തിലുള്ളത്. ആവേശവും ഊർജവും ചോരാതെ അരമണിക്കൂർ ചുവടുവെച്ചുകൊട്ടി ഇവർ കാണികളെ ത്രസിപ്പിച്ചു. ചെണ്ടയുടെ ഇടംതലയ്ക്കും വലംതലയ്ക്കുമൊപ്പം ഇലത്താളവും മേളക്കാരുടെ ചുവടുകളും ഒരുമിക്കുന്നതാണ് ശിങ്കാരിമേളത്തിന്റെ പ്രത്യേകത. പുരുഷന്മാർ കൈയടക്കി വെച്ചിരുന്ന മേഖലയിലേക്ക് ഇപ്പോൾ ധാരാളമായി വനിതാ സംഘങ്ങളും സാന്നിധ്യമുറപ്പിച്ചു തുടങ്ങി. ഉത്സവങ്ങൾ, ഘോഷയാത്രകൾ എന്നിവയുടെ എല്ലാം മുഖ്യ ആകർഷണമാണ് ശിങ്കാരിമേളം സംഘങ്ങൾ. ഇതിൽ തങ്ങളുടേതായ ഒരു സ്ഥാനം ഉറപ്പിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് കോതോളി മാർണാഗുളികൻ ദേവസ്ഥാനം വനിതാവേദി. ന്യൂസ് 18 പിലിക്കോട്. ഈ റംസാൻ കാലം ഭവ്യ ഈ മതമൈത്രിയുടെ കൂടി വലിയൊരു കാലമാണ്. കാരണം ഇഫ്താർ വിരുന്ന് പറയുന്നത് ഒരുപാട് എല്ലാ മതത്തിൽപ്പെട്ടവരുടെ സംഗമമാണ്. പല ക്ഷേത്രങ്ങളിലും ഇഫ്താർ വിരുന്നുകൾ ഒരുക്കുന്ന, അല്ലെങ്കിൽ ഈ അന്യമതസ്ഥരുടെ വീടുകളിലൊക്കെ ഇഫ്താർ വിരുന്ന് ഒരുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു ഇഫ്താർ വിരുന്ന് ഇരിക്കുകയാണ് മലപ്പുറം ചങ്കരംകുളത്തെ ക്ഷേത്ര കമ്മിറ്റിയും നാട്ടുകാരും. ഈ ക്ഷേത്രമുറ്റത്ത് ഒരുക്കിയ പ്രത്യേക വിരുന്നിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. കൊതളൂർ പുതുവെപ്പ് മണലിയാർക്കാവ് ഭദ്രകാളി ദുർഗാ ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഇഫ്താർ വിരുന്ന്. ഒരു നാടിന്റെ സൗഹൃദം വിളിച്ചോതുന്ന ഇഫ്താർ വിരുന്നിൽ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും പങ്കുചേർന്നതിന്റെ സന്തോഷത്തിലാണ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ. നമുക്ക് എല്ലാ ചരാചരങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ശക്തിയാണ് ഈശ്വരൻ. ആ ഈശ്വരന്റെ കീഴിൽ നമ്മളെല്ലാവരും ഒറ്റ മതമായി അല്ലെങ്കിൽ ഒരേ മനസ്സിന്റെ ചിന്തയായി നമ്മൾ ഈ നാട്ടിൽ വളർന്നെങ്കിൽ മാത്രമാണ് നമ്മുടെ ഈ നാടിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കാൻ പറ്റുകയുള്ളൂ. മതസൗഹാർദ്ദത്തിന്റെ ഉത്തമ മാതൃകയെന്ന് പ്രമുഖ പണ്ഡിതൻ ജലീൽ അഹ്സനി പറഞ്ഞു. നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രതിഷ്ഠാ ദിനമാണിന്ന്. അതിനോടനുബന്ധിച്ചു തന്നെ ഈ നാട്ടിലെ മുഴുവൻ സഹോദരങ്ങളെയും വിളിച്ചു വരുത്തി ജാതി മതഭേദ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കൂടി ഒരു സമൂഹ നോമ്പുതുറയിലാണ് നമ്മൾ ഉള്ളത്. ഈ ഒരു സന്ദേശം എല്ലാ നിലക്കും വളരെ അനിവാര്യമാകുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മളൊക്കെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ ഏറെ കാലത്തെ സ്വപ്നമായിരുന്നു അമ്പലമുറ്റത്ത് ഒരു ഇഫ്താർ വിരുന്ന്. വരും വർഷങ്ങളിലും ഇത് തുടരാനാണ് ഇവരുടെ തീരുമാനം. ന്യൂസ് 18 എടപ്പാൾ. നമുക്ക് നമ്മുടെ അതെ, നല്ലൊരു മതമൈത്രിയുടെ വാർത്തകളൊക്കെ നമ്മൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. സംഘമുഖത്തെ വളരെ മനോഹരമായ കാഴ്ചകൾ പ്രേക്ഷകർക്കായി കഴിഞ്ഞ 2 മണിക്കൂർ നൽകി. ഒപ്പം ഒരുപാട് നിരവധിയായ വാർത്തകളും നൽകി അല്ലേ? ഏതായാലും നമുക്കിത് ഈ പരിപാടി അവസാനിപ്പിക്കാനുള്ള സമയമായി. പക്ഷെ അപ്പോഴും വാർത്തകൾ ന്യൂസ് 18 ചാനലിൽ തുടരും. നിരവധിയായ വാർത്തകൾ പ്രേക്ഷകർക്കായി ഉണ്ട്. ഒരുപാട് സംഭവവികാസങ്ങൾ വരുന്ന മണിക്കൂറിലുണ്ടാകും. അത് കൃത്യമായി പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കും. തൽക്കാലം ഈ പരിപാടി അവസാനിപ്പിക്കുന്നു. നാളെ നല്ലൊരു സ്ഥലത്ത് പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളും ഒക്കെയായി ഞങ്ങൾ തന്നെ വീണ്ടും എത്തും. അതുവരെ നമസ്കാരം. പ്രഭാത കേരളം പൂർത്തിയാകുന്നു. നമസ്കാരം.